വിഷയത്തിൽ നിന്ന് തുടർമാനമായി നമ്മൾ ഇന്ന് പകൽ നേരവും നമ്മൾ ചിന്തിക്കുവാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. പല വിഷയങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകാനിടയായി. ആമേൻ, സ്തോത്രം. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നമ്മൾ നിൽക്കുന്നത്. എന്നാൽ ഇന്ന് പകൽ നേരവും നമ്മൾ അതിന് തുടർമാനമായിട്ട് അതിൻ്റെ 9-ാം അധ്യായത്തിലേക്ക് നമ്മളൊന്ന് പ്രവേശിക്കുകയാണ്. സ്തോത്രം. റോമാലേഖനം 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 9-ാം അധ്യായം വളരെ ശ്രദ്ധയോടെ കാണേണ്ട ഒരു ഭാഗം. അപ്പോസ്തലനായ പൗലോസ് ജാതികളാകുന്ന നമുക്ക് രക്ഷ വരുന്ന വിധങ്ങൾ എന്തൊക്കെ, നാം രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തു സ്തോത്രം മുഴു ലോകത്തിനും സ്തോത്രം രക്ഷകനായി തീർന്നത്, യഹൂദന്മാർ അവർക്ക് രക്ഷകനായി വന്ന ദൈവപുത്രനെ തള്ളുമ്പോൾ, ദൈവപുത്രനാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ യഹൂദന്മാർ ഒരുപോലെ നിഷേധിക്കുമ്പോൾ അവരുടെ നിഷേധ നിമിത്തം ജാതികൾക്ക് രക്ഷ വരുന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. 8-ാം അധ്യായത്തിന്റെ അകത്ത് നമ്മൾ കണ്ടു, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ മുൻ നിയമിച്ചു. പുത്രൻ മുഖാന്തരം തെരഞ്ഞെടുക്കപ്പെടേണ്ടവർ, ഓരോ തലമുറയിലും ജനിക്കാനിരിക്കുന്നവർ പുത്രന്റെ സുവിശേഷം കേൾക്കുമ്പോൾ അവരെല്ലാവരും പിതാവിലേക്ക് തിരിയും. പുത്രൻ മുഖാന്തരം പിതാവിലേക്ക് തിരിയും. സ്വർഗീയ പിതാവ് സ്തോത്രം പ്രിയപുത്രനാകുന്ന ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത് നഷ്ടമായി പോയ എന്നെ നേടേണ്ടതിന് വേണ്ടിയാണ് പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. അപ്പോൾ എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പ്രിയപുത്രനാകുന്ന യേശു കർത്താവ് ക്രൂശിൽ തകർക്കപ്പെട്ടു എന്നുള്ള സുവിശേഷം കേൾക്കുമ്പോൾ പിതാവായ ദൈവം ഹല്ലേലൂയ സ്തോത്രം നമ്മെ പുത്രന്റെ കരത്തിൽ ഏൽപ്പിക്കുകയാണ്. നമ്മെ പുത്രന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുമ്പോൾ പുത്രൻ എന്ത് ചെയ്യും? തന്റെ രക്തം മറുവിലയായി കൊടുത്താണ് നമ്മെ സ്തോത്രം പിതാവിന്റെ കരത്തിൽ നിന്ന് മേടിക്കുന്നത്. അപ്പോൾ പുത്രനാകുന്ന യേശു ക്രിസ്തു നമുക്ക് മുമ്പായി തന്റെ തേജസ്സിലേക്ക് നടന്നു പോകുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, നമുക്ക് മുമ്പായി ദൈവപുത്രൻ തേജസ്സിലേക്ക് നടക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ ആ തേജസ് പ്രാപിക്കുകയാണ്. അവനെ അനുഗമിക്കുന്നവർ, ആത്മാവിൽ അനുഗമിക്കുന്നവർ ആ തേജസ് പ്രാപിക്കുകയാണ്. അപ്പോൾ ഇന്ന് പകൽ നേരം മനസ്സിലാക്കണം, ഈ തേജസ് പ്രാപിക്കുന്നത് അത്ര ഈസിയായ കാര്യമല്ല. ഇതിൻ്റെ അകത്ത് നല്ല വില കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ പലർക്കും ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഇതെന്താ ഈ പറയുന്നതെന്ന്. ജീവിതത്തിൽ ഈ രക്ഷയുടെ മഹത്വത്തിന്റെ മുമ്പിൽ ശരിയായ വില കൊടുക്കണം. തൻ്റെ ആരോഗ്യം, തൻ്റെ ഭാവി, തൻ്റെ ജീവിതം, തൻ്റെ എല്ലാ മേഖലകളും സ്തോത്രം അവന്റെ നാമത്തിന് വേണ്ടി കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ രക്ഷ യഥാർത്ഥമായി ആസ്വദിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ മനസ്സിലാക്കണം, അല്ലാതെ വില കൊടുക്കാതെ ആരും ദൈവരാജ്യത്തിൽ ചെല്ലുന്നില്ല. രക്ഷ സൗജന്യമാണ്. ശ്രദ്ധിക്കണം, രക്ഷ സൗജന്യമാണ്. ഹല്ലേലൂയ. നിന്റെ പാപപരിഹാരം സൗജന്യമാണ്. പക്ഷെ ദൈവരാജ്യം അവകാശമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വില കൊടുത്തേ മതിയാകത്തുള്ളൂ. മനസ്സിലാക്കണം, രക്ഷ സൗജന്യമാണ്. നിന്റെ പാപത്തിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചു, അത് പുത്രന്റെ സൗജന്യ രക്ഷയാണ്. പക്ഷേ നീ ദൈവരാജ്യത്തിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ നീ വില കൊടുത്തേ മതിയാകത്തുള്ളൂ. വില കൊടുക്കാൻ തയ്യാറാണോ? ദൈവരാജ്യത്തിൽ ഇപ്പൊ പോയാ മതി എന്ന് എല്ലാവരും പറയും. പക്ഷേ പോകുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നീ ക്രിസ്തുവിന് തുല്യമായി തീർന്നോ? കർത്താവിന് തുല്യമായി തീർന്നോ? ക്രിസ്തുവിന്റെ തലയോളം നീ വളർന്നോ? വളർച്ച എത്താതെ നീ ചെന്നാൽ നിനക്ക് പ്രതിഫലമില്ല. ഒരുപക്ഷെ നീ തള്ളപ്പെടാം. മനസ്സിലാക്കണം, നമ്മളെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് നൽകുവാനിരിക്കുന്ന പദവി എന്താണെന്നറിയാവോ? നമ്മളെപ്പോഴും വായിക്കുന്നത് ഉന്നത വിളിക്ക് യോഗ്യരെന്ന് പറയും. എന്താണ് ഈ ഉന്നത വിളി എന്ന് പറയുന്നത്? എവിടെയാണ്? അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനാണോ ഉന്നത വിളി? യൂറോപ്പിൽ പോകാനാണോ ഉന്നത വിളി? പിന്നെന്താ ഉന്നത വിളി എന്ന് പറയുന്നത്? ഉന്നത വിളി എന്ന് പറയുന്നത് പിതാവായ ദൈവത്തോടുകൂടെ സിംഹാസനങ്ങളിൽ ഇരിക്കുവാനാണ് നമുക്ക് വരം നൽകിയിരിക്കുന്നത്. അവനോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കണമെങ്കിൽ ഈ സ്റ്റാൻഡേർഡുമായിട്ട് പോയാൽ കഴിയത്തില്ല. അതിന് നമ്മൾ വില കൊടുത്തെങ്കിലേ മതിയാകത്തുള്ളൂ. നമ്മുടെ ജീവിതം നമ്മൾ ക്രിസ്തുവിന് തുല്യമായി തീരണം. ഹല്ലേലൂയ. നമ്മൾ ഈ വചനങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ഇതിൻ്റെ ആഴമായ പല മർമ്മങ്ങളും ഇതിനകത്ത് മറഞ്ഞു കിടക്കുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ആഴമായ പല മർമ്മങ്ങളും അതിൻ്റെ അകത്ത് മറഞ്ഞു കിടക്കുന്നുണ്ട്. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ ആഴ്ത്തി പഠിക്കുമ്പോൾ കർത്താവിൻ്റെ പദ്ധതിയെക്കുറിച്ച് നമ്മളൊന്ന് നോക്കണം. ഹല്ലേലൂയ. അതിൻ്റെ 11-ാം അധ്യായം, റോമാലേഖനം 11-ാം അധ്യായം
അതിൻ്റെ സ്തോത്രം 11 മുതൽ ഒന്ന് വായിച്ചേ. 11:11 മുതൽ. എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമല്ല. അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേയുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കണം, പൗലോസ് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ജാതികൾക്ക് രക്ഷ വരണം, അല്ലേ? ജാതികൾക്ക് രക്ഷ വന്നത് എപ്പോഴാണ്? അവർ കഠിനപ്പെട്ടപ്പോൾ, യഹൂദന്മാർ കഠിനപ്പെട്ടപ്പോൾ അവരുടെ കഠിനത നിമിത്തം സ്വർഗത്തിലെ ദൈവം പദ്ധതിയിട്ടു. എന്താണ്? ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെടേണ്ടവർ, നിയമിക്കപ്പെട്ടവർ കൃപയിലേക്ക് വരണം. കൃപയിലേക്ക് വരണം, അവർ ദൈവത്തെ അറിയണം. അതിനുവേണ്ടി സ്തോത്രം നമ്മളിവിടെ വായിക്കുന്നത് അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘന ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുത്തുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്രയധികം. അപ്പോൾ സ്തോത്രം നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് ഈ പറയുന്നതിന്റെ യാഥാർത്ഥ്യം? നമുക്ക് അതിന്റെ 9-ാം അധ്യായം അതിന്റെ 2 മുതൽ വായിച്ചേ. 9:2. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവും ഉണ്ട്. മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. അവർ ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ പിതാക്കന്മാരും അവർക്കുള്ളവ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ശ്രദ്ധിക്കണം, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് കേട്ടോ. പൗലോസ് പറയുന്നത്, ഞാൻ ഈ കൃപയിൽ നിന്ന് പോയി ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. കാരണം എന്താ കാരണം? കാര്യം ഇവിടെ വചനം പറയുന്നത് എന്താണ്? ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. കാരണം എന്താ? അവർ ഇസ്രായേല്യർ, പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും. ശരിക്കും പറഞ്ഞാൽ ജീവനുള്ള ദൈവം സ്തോത്രം ഒരു ജാതിയായി തെരഞ്ഞെടുത്തിരിക്കുന്ന യഹൂദന്മാരെയാണ്. അബ്രഹാമും ഇസഹാക്കും യാക്കോബും. മനസ്സിലാക്കണം, അബ്രഹാമിന്റെ ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അബ്രഹാമിന്റെയും ഇസ്മായിലിന്റെയും ഏശാവിന്റെ ദൈവം അല്ല പറഞ്ഞേക്കുന്നത്. അബ്രഹാമിന്റെ ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവത്തിൽ നിന്ന് ലഭിച്ച ന്യായപ്രമാണങ്ങളും കൽപ്പനകളും ഇസ്രായേൽ ജനത്തിന് ലഭിക്കുമ്പോൾ അവർ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാരാണ് ദൈവസന്നിധിയിൽ. അപ്പോൾ തന്നെ ഇവർക്ക് ലഭിച്ച അനുഗ്രഹം, ഇവർക്ക് ലഭിച്ച വാഗ്ദത്തം സകല മനുഷ്യർക്കും വരണമെന്നുണ്ടെങ്കിൽ അവർ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞേ കഴിയത്തുള്ളൂ. അപ്പോൾ അവരെപ്പോഴും മറുതലിച്ചപ്പോൾ പ്രവാചകന്മാരോട് മറുതലിച്ചു. വന്ന ദൈവത്താൽ എടുക്കപ്പെട്ട ന്യായാധിപന്മാരോട് മറുതലിച്ചു. ദൈവം ഉപയോഗിച്ചിട്ടുള്ളവ പ്രവാചകന്മാരെ എല്ലാം കൊന്നു എന്നാണ് നമ്മളിവിടെ മനസ്സിലാകുന്നത്, അല്ലേ? ദൈവകരത്തിൽ ഉപയോഗിക്കപ്പെട്ടവരെ എല്ലാം ഉപദ്രവിച്ചവരാണ് യഹൂദന്മാര്. അപ്പോൾ അവർ ആ മാനസികാവസ്ഥയിൽ തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോഴും പ്രവാചകന്മാരോട് പെരുമാറിയതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ പെരുമാറി. അനേക പ്രവാചകന്മാരുടെ രക്തം ഒഴുക്കിയതുപോലെ തന്നെ ദൈവപുത്രന്റെ രക്തവും ഒഴുക്കി. അപ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു കാര്യം തീരുമാനിച്ചു, ഇവരുടെ പാപം പരസ്യമാകണം. ഇവർക്ക് പ്രമാണങ്ങൾ ലഭിച്ചു, കൽപ്പനകൾ ലഭിച്ചു, ഇവർക്ക് എല്ലാവിധ വാഗ്ദത്തങ്ങളും ലഭിച്ചു. അപ്പോൾ തന്നെ ഇവർ ജഡപ്രകാരം പാപികൾ
മക്കളാണെന്നുള്ള പ്രമാണം ഇവർ അറിയണം. ഇവരുടെ ജഡത്തിൽ പാപം വസിക്കുന്നുണ്ടെന്ന് യഹൂദന്മാരറിയണം. അബ്രഹാമിനെ, ഇസഹാക്കിനെ, യാക്കോബിനെ വിളിച്ച് വേർതിരിച്ചത് കൊണ്ട് അവരുടെ ജഡ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ല. അവർക്ക് വാഗ്ദത്തങ്ങളും ലൗകിക ആരാധനകളിലുള്ള എല്ലാ ചട്ടവട്ടങ്ങളെല്ലാം കിട്ടിയപ്പോഴും അവർക്കൊരിക്കലും ദൈവത്തെ കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് ദൈവത്തെ കാണണമെന്നുണ്ടെങ്കിൽ അവരുടെ ജഡം തടസ്സമാണ്, അവരുടെ പാപം തടസ്സമാണ്, അവരുടെ ജഡമോഹങ്ങൾ തടസ്സമാണ്. അങ്ങനെയല്ല ജഡം, ലോകം, പാപം, പിശാച്, ഈ 4 കാര്യം യഹൂദന്മാരെ നിങ്ങൾക്ക് തടസ്സമുണ്ട്. യഹൂദന്മാരെ ജഡം നിങ്ങൾക്ക് തടസ്സമാ, ലോകമോഹം തടസ്സമാ, പാപം തടസ്സമാ, പിശാച് തടസ്സമാ. ഇത് 4 തടസ്സമായിട്ട് നിന്നിട്ടുണ്ട്. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെയോ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലോ ഒരിടത്ത് പോലും ജഡത്തെയോ ലോകത്തെയോ പാപത്തെയോ പിശാചിനെയോ പൂർണ്ണമായി ജയിക്കുവാനുള്ള ഒരു വചനം പോലും ഇല്ല. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്തോത്രം, ഹല്ലേലൂയ, മനസ്സിലാക്കണം. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാണ്? ആ വാക്ക് ശ്രദ്ധിക്കണം. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇവിടെ വിടാതെ നോവുമുണ്ട്. എന്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. കാരണം എന്നാ? ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാകുവാൻ ആഗ്രഹിക്കാമായിരുന്നു. അപ്പൊ സഹോദരന്മാര് ശാപത്തില. ക്രിസ്തുവിൽ ഇരിക്കുമ്പോൾ അവൻ ശാപം വിട്ട് ഒഴുകിയിരിക്കുന്നു. ആ ശാപത്തിൽ നിന്ന് ഒഴിഞ്ഞ അനുഗ്രഹത്തിലിരിക്കുന്ന പൗലോസ് വീണ്ടും സഹോദരന്മാരോട് കൂടെ ചേരുവാൻ, അവരുടെ ശാപത്തോടു കൂടെ ബന്ധിക്കപ്പെടുവാൻ ആഗ്രഹിക്കാമായിരുന്നു. കണ്ടോ? ആ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കണം. അപ്പോൾ ക്രിസ്തുവിനെ വിട്ടുപോയാൽ പിന്നെ ശാപമാണ്. ക്രിസ്തുവിലേക്ക് വരാത്തവനെല്ലാം ശാപത്തിൽ തന്നെയാ. പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. മനസ്സിലാവുന്നുണ്ടോ? ചിലർ ചിന്തിക്കുന്ന ചെറിയ കുഞ്ഞു ബുദ്ധിയും കൊണ്ട് ചിന്തിക്കുന്ന എന്നാന്നറിയോ? ഞാൻ വല്ലതും ചെയ്തിട്ടാണോ തന്നെ ഞാൻ ഈ ശാപം വരുന്നത്? നീ ഒന്നും ചെയ്യണ്ട. നീ ക്രിസ്തുവിൽ നിന്ന് അകന്നോ, നീ ശാപത്തിലായി. ആളുകൾ ഈ അപ്പനപ്പൂപ്പന്മാരെ ഒന്നും നോക്കണ്ട. നിന്റെ നടപ്പ് നിമിത്തം നീ ശാപത്തിലായി. നിന്റെ നടപ്പ് നിമിത്തം നിനക്ക് വിശുദ്ധിയിലേക്ക് വരാൻ സാധിക്കും. ക്രിസ്തുവിലേക്ക് അടുത്ത് വരുന്നാൽ നീ ആ ശാപം വിട്ടൊഴിഞ്ഞിരിക്കും. കണ്ടോ? പൗലോസ് പറയുന്നത് ശ്രദ്ധിച്ചോ? അപ്പോൾ ഈ പറയുന്ന കാറ്റഗറി ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. അടുത്തത് വായിച്ച്. ഉത്ഭവിച്ചത് ദൈവമായി. കണ്ടോ? അവൻ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. അടുത്തത് ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേലിയർ എന്നും അബ്രഹാമിന്റെ സന്തതിയാൽ എല്ലാവരും മക്കളെന്നും പറയുകയും. ഇവിടെ ശ്രദ്ധിക്കുക, യഹൂദന്മാർ മുറുകെ പിടിച്ചിരിക്കുന്ന 2-3 കാര്യങ്ങളാണ്. എന്താണ്? ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാവരും ഇസ്രായേലിയരാണോ? ആണെന്നായി ഇസ്രായേലിലുള്ളവർ യഹൂദന്മാർ വിശ്വസിച്ചു വെച്ചിരിക്കുന്നത്. ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണെന്ന് വിശ്വസിച്ചു വെച്ചിരിക്കുകയാണ്. ജഡപ്രകാരം അബ്രഹാമിന്റെ സന്തതി ആയതുകൊണ്ട് ദൈവമക്കളാകുന്നില്ല. മനസ്സിലാക്കണം. ഈ അവർ ഇസ്രായേലിയർ എന്ന് പറഞ്ഞാലും അവർ ദൈവമക്കളാകുന്നില്ല. അബ്രഹാമിന്റെ സന്തതി എന്ന് പറഞ്ഞാൽ അവർ ദൈവമക്കളാകുന്നില്ല. അവിടെയാണ് പൗലോസ് നിൽക്കുന്നത്. അബ്രഹാമിനെ മുറുകെ പിടിച്ചോണ്ട് വരുന്ന ജനവേ, നിങ്ങൾ ദൈവമക്കളാന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ ഇസ്രായേലിൽ ജനിച്ചു, 12 ഗോത്രത്തിൽ ഒന്നിൽ ജനിച്ചത് കൊണ്ട് ഞാൻ ദൈവ പൈതലാന്ന് പറയാൻ കഴിയത്തില്ലെന്ന് പൗലോസ് അടിവരയിട്ട് തെളിയിക്കുകയാണ്. അപ്പോൾ മനസ്സിലാക്കണം, പിന്നെ ദൈവത്തിന്റെ നീതി എന്താണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്ത വായിച്ചേ. കണ്ടോ? അപ്പോൾ എന്താ അർത്ഥം? ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. അപ്പോ അതായത് സ്തോത്രം, ഇസ്രായേലിൽ നിന്ന് ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്? ജഡപ്രകാരം. അതാണ് വിഷയം. ജഡപ്രകാരമല്ല. അബ്രഹാം ജഡീകനല്ലായിരുന്നോ? ഇസഹാക്ക് ജഡീകനല്ലായിരുന്നോ? യാക്കോബ് ജഡീകനല്ലായിരുന്നു? ഇവരെല്ലാം ജഡീകനായിരുന്നു. മനസ്സിലാക്കണം, അവർക്ക് ആ ജഡ സ്വഭാവത്തെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല.
ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പുതിയ നിയമ സഭയ്ക്കകത്ത് ദൈവം തന്ന കൽപ്പനകളെ നോക്കുമ്പോൾ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കാനും ആത്മാവിൽ നടത്തപ്പെടുകയും ചെയ്യുന്ന വലിയ വാഗ്ദത്തമാണ് ലേഖനത്തിൽ ദൈവസഭയ്ക്ക് സുവിശേഷത്തിൽ ദൈവം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ഹല്ലേലൂയ. അപ്പോൾ ലോകത്തിൽ അബ്രഹാമിന്റെ സന്തതി എന്ന് പറഞ്ഞാൽ വലിയ പ്രത്യേകതയാണ് അല്ലെ. ഇസ്രായേൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ വലിയ പ്രത്യേകതയാണ്. പക്ഷേ ദൈവസന്നിധിയിൽ അതിനൊരു വിലയില്ല. കാരണം ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവമക്കളാകണമെന്നുണ്ടെങ്കിൽ ദൈവാത്മാവിനനുസരിച്ച് നടക്കണം. അല്ലാതെ അബ്രഹാമിന്റെ സന്തതിയാന്ന് പറഞ്ഞിട്ടും ഗുണമില്ല, ഇസഹാക്കിന്റെ സന്തതിയാന്ന് പറഞ്ഞിട്ട് ഗുണമില്ല, ഇനി ഏത് ഗോത്രത്തിലാന്ന് പറഞ്ഞാലും ഗുണമില്ല. യഹൂദനെ തള്ളിക്ക് പിന്നെ ലോകത്തിൽ വേറൊരു ഗോത്രം പറഞ്ഞുകൊണ്ട് നിന്നിട്ട് ഒരു കാര്യവുമില്ല. വേറൊരു ജാതി വലിയ മഹിമയുള്ള ജാതിയാന്ന് ലോകത്തിലെ ഏതെങ്കിലും ജാതിയെ കുറിച്ച് മനുഷ്യർ പുകഴുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോണം, ജീവിപ്പിക്കുന്ന ഒരു പ്രമാണം അതിൻ്റെ അകത്തൊന്നും ഇല്ല. മനുഷ്യർക്ക് ലഭിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രമാണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് യഹൂദനെ ലഭിച്ചിട്ടുള്ളൂ. ജീവനുള്ളൊരു ദൈവം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു ഗോത്രമായി ഒരു രാജ്യത്തോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേലിനോട് ഇടപെട്ട യഹോവയായ ദൈവമാണ്, അവരോട് ഇടപെട്ട ദൈവവും. ആമേൻ. അടുത്ത് വായിച്ചേ. ദൈവത്തിന്റെ മക്കൾ വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളെ എവിടെ എത്രാം വാക്യം വായിക്കുന്നേ? 8. അതിന്റെ അർത്ഥമോ ജഡപ്രകാരം മുഴുവനോടെ വായിക്കും. അതിന്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കൾ ഇനി ലോകത്തിൽ ഏതൊക്കെ ഭാഷയിലും വർഗത്തിലും വർണ്ണത്തിലും ഉണ്ടെങ്കിലും ഒരു ഗുണമില്ല. സുവിശേഷത്തിന്റെ മുമ്പിൽ പക്കാ പാപികളായിട്ടാണ് നിൽക്കുന്നത്. അബ്രഹാമിനോ ഇസഹാക്കിനോ യാക്കോബിനോ അവന്റെ സന്തതികൾക്ക് രക്ഷയില്ല. പിന്നെ വേറെ ഏത് ജാതിക്കാന്ന് രക്ഷയുള്ളേ? വായിച്ചേ. അപ്പൊ അതായത് അവിടെ ശ്രദ്ധിക്കണം, അവിടെ വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കൾക്കാണ് സന്തതി എന്ന് എണ്ണുന്നു. അപ്പോൾ ദൈവം സന്തതിയാണ് എണ്ണുന്നത് ആത്മാവിൽ ജനിച്ചവർക്ക് മാത്രമേ ഉള്ളൂ. ജഡപ്രകാരം ജനിച്ചവർക്ക് വരുന്നില്ല. കാര്യം പൗലോസ് പറയുന്നത്, പൗലോസ് കണ്ടു, താൻ ന്യായപ്രമാണത്തിന് കീഴിലിരുന്നു, പലതും പ്രവർത്തിക്കുകയും ശുശ്രൂഷിക്കുകയും ന്യായപ്രമാണത്തിന് കീഴിലെ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം താൻ അനുഷ്ഠിക്കുകയും ചെയ്തിട്ടും തൻ്റെ ഹൃദയത്തിൽ നിത്യ സമാധാനമോ ദൈവശബ്ദമോ താൻ കേട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് താൻ ദൈവത്താൽ സന്ദർശിക്കപ്പെട്ട് താൻ ഈ കൃപയിലേക്ക് വന്നത്. അപ്പോൾ ഇതും പഴയ ന്യായപ്രമാണവും എടുത്തു വെച്ചാൽ ഒരിക്കലും അത് തമ്മിൽ ബന്ധിക്കപ്പെടുന്നില്ല, ഒരിക്കലും യോജിക്കുന്നില്ല. നമ്മൾ ഈ പ്രാപിച്ച രക്ഷ വലിയതാണ്, ശ്രേഷ്ഠമാണ്. കാര്യം ഈ തലമുറയിൽ യഹൂദന്മാർ ദൈവപുത്രനെ തള്ളിയപ്പോൾ ആ രക്ഷയിലേക്ക് എന്നെയും നിങ്ങളെയും ചേർക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ ആത്മാവിനെ പകർന്നു. മനസ്സിലാക്കണം, ഞാൻ അബ്രഹാമിന്റെ സന്തതി എന്ന് പറഞ്ഞാൽ കേൾക്കാൻ കൊള്ളാം, ദൈവസന്നിധിയിൽ ഒരു വിലയില്ല. ഞാൻ യഹൂദനാണ്, ഒരു ഗുണവും ഇല്ലെന്നാ ഇവിടെ പൗലോസ് പറയുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ മറ്റൊന്നിനും ഇതിന്റെ അകത്ത് കാര്യമില്ലെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. വായിച്ചേ, ആ വാക്കൊന്നും ഒന്ന് വായിച്ചേ. അതിന്റെ അർത്ഥമോ അതായത് ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവിന്റെ ക്രൂശ് മരണത്തോടുകൂടെ ജഡപ്രകാരമുള്ള എല്ലാ ബന്ധങ്ങളും അവിടെ അവസാനിച്ചു. മനസ്സിലാക്കണം. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വചനപ്രകാരം നമ്മൾ പഠിച്ചു വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മെ സഭയെ ചേർക്കുവാൻ വന്നു, നമ്മളെ ചേർത്ത് സ്വർഗത്തിലെത്തി, അവിടെ ദൈവരാജ്യത്തിലെത്തി. നമ്മൾ അവിടെ കഴിഞ്ഞു കഴിയുമ്പോൾ ഇവിടെ 3.5 വർഷക്കാലം ഇവിടെ മഹോത്സവം നടക്കും. അതിനുശേഷം ക്രിസ്തുവും ദൈവസഭയുമായിട്ട് ഭൂമിയിൽ മഹത്വ പ്രത്യക്ഷതയിൽ വരികയാണ്. ക്രിസ്തു പ്രത്യക്ഷമാകുമ്പോൾ അവനോടുകൂടെ അവന്റെ സൈന്യമാകുന്ന നമ്മൾ ഓരോരുത്തരും അവനെ അനുഗമിച്ച് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ ഇവിടെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ ആ വചനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഇറങ്ങി വരുന്ന സമയത്ത് അന്നാണ് യഹൂദന്മാരുടെ അഭക്തിയെ മാറ്റുന്നത്. മനസ്സിലാക്കണം, വേറൊരു പ്രമാണം ഇനി അവർക്ക് രക്ഷയായിട്ടില്ല. അവരിനി യേശു ക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കുന്ന പോലെ വിശ്വസിച്ചാലേ അവർ രക്ഷ പ്രാപിക്കുകയുള്ളൂ. ആമേൻ. അവിടെ ഏത് മൂത്ത കുടുംബക്കാരനാണേലും ശരി, അവനും നമ്മൾ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചാൽ മാത്രമേ അക്കരെ നാട്ടിൽ പോകാൻ കഴിയത്തുള്ളൂ. വേറൊരു വഴിയും ദൈവം വെച്ചിട്ടില്ല. മറ്റെല്ലാ വഴികളും അവസാനിച്ചു. ദൈവപുത്രൻ കാൽവറി തകർക്കപ്പെടുന്നതോടുകൂടി അതിനെല്ലാം തിരശീല വീണു. ഹല്ലേലൂയ.
അതുകൊണ്ട് മനസ്സിലാക്കണം, ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ മാത്രമാണ് ദൈവരാജ്യത്തിൽ ചെല്ലുന്നുള്ളൂ. ഹല്ലേലൂയ. വായിച്ചാട്ടെ, ആ ഭാഗം ഒന്നും കൂടെ വായിച്ചാട്ടെ. ഇതിന്റെ അർത്ഥമോ ആ ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളത്രേ സന്തതി എന്നെണ്ണുന്നു. വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളാണ് സന്തതി എന്ന്. അപ്പൊ സന്തതി ആരാണ്? വാഗ്ദത്ത പ്രകാരം ജനിക്കണം. വാഗ്ദത്ത പ്രകാരം ജനിക്കുന്നത് നമ്മൾ ഉടനെ പോകുന്നത് മോശ ഒരു വാഗ്ദത്തമല്ലായിരുന്നോ? ഇസഹാക്ക് ഒരു വാഗ്ദത്തമല്ലായിരുന്നോ? ഇസ്തോത്രം, ഹല്ലേലൂയ. യാക്കോബും അവരുടെ സന്തതികളും ഓരോന്നും വാഗ്ദത്തമല്ലായിരുന്നു. അങ്ങനെ ജനിച്ചവരെ കുറിച്ചാണോ പറയുന്നത്? അവർ ജഡത്തിലായി ജനിച്ചത്. അപ്പോൾ ജഡത്തിൽ ജനിക്കുന്നതൊക്കെ വാഗ്ദത്തം പറയുന്നില്ലെന്നാ പൗലോസ് പറയുന്നത്. വാഗ്ദത്തം എന്ന് പറയുന്നത് ദൈവത്തിൽ ജനിക്കുന്നവരെ കുറിച്ചാണ് വാഗ്ദത്ത സന്തതി എന്ന് പറയുന്നത്. അപ്പോൾ ആത്മാവിൽ ജനിക്കുന്നവരാണ് വാഗ്ദത്ത സന്തതി. അപ്പോൾ ഇതിനോട് ബന്ധമില്ലാതിരുന്ന ഞാനും നിങ്ങളും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? സുവിശേഷത്തിൽ ജനിച്ചപ്പോൾ, സുവിശേഷത്തിൽ വിശ്വസിച്ച് വീണ്ടും ജനനം വന്നപ്പോഴത്തേനും നാം ആണ് വാഗ്ദത്തത്തിൽ ജനിച്ച മക്കളായി തീരുന്നത്. മനസ്സിലാക്കണം, ഇതുമായിട്ട് ബന്ധമില്ലാതെ വരുന്നത് എവിടെയാണ്? നമുക്ക് ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ കേരളം വിട്ട് പുറത്തു പോയിട്ടില്ലല്ലേ? പക്ഷെ നമുക്ക് ഈ വാഗ്ദത്തം എങ്ങനെ വന്നു? ഇത് പരിശുദ്ധാത്മാവിനാൽ വന്നു. ഇത് സ്വർഗത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കേണ്ടതിന് നമ്മളിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ മുദ്ര ലഭിച്ചവരാണ് ഈ വാഗ്ദത്ത സന്തതി. അവരാണ് വാഗ്ദത്ത പ്രകാരം ജനിച്ചത്. വാഗ്ദത്തത്തിന് ഉറവിടമാകുന്ന ക്രിസ്തുവിൽ വീണ്ടും ജനിക്കുന്നവർ മാത്രമാണ് വാഗ്ദത്ത സന്തതിയായി തീരുന്നത്. വായിച്ചാട്ടെ. ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറായിക്ക് ഒരു മകൻ ഉണ്ടാകും എന്നല്ലോ വാഗ്ദത്ത വചനം. ഓക്കേ. അത്രയുമല്ല, റിബേക്കയും നമ്മുടെ പിതാവായ ഇസഹാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള. വായിക്കാൻ കിട്ടുന്നില്ലേ? ഇരുട്ടാണോ? സഹോദരൻ, അവിടെ വായിക്കുന്ന കുട്ടികൾ, നമ്മളെ ആ ഭാഗം വായിക്കുന്നത് നമ്മൾ 8-ാം വാക്യം വരെയാണ് വായിച്ചത്. 9-ാം വാക്യം, ഈ സമയത്തേക്ക് ഞാൻ വരും. എപ്പോൾ? സ്തോത്രം. വാഗ്ദത്ത പ്രകാരം ജനിച്ച സന്തതി ആരോ അവരാണ് മക്കളെന്ന് എണ്ണത്തുള്ളൂ എന്ന് പറയുമ്പോൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച സന്തതികളെ കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പല ഭാഗങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മളിവിടെ വായിക്കുന്ന. ആരാണ്? സ്തോത്രം. നമ്മുടെ പിതാവായ ഇസഹാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു. എത്രാം വാക്യാ വായിക്കുന്നേ? അങ്ങോട്ട് പോകണ്ടേ, ഞാൻ 8 വായിച്ചേ. 8 വായിച്ചേ. സ്തോത്രം. 9 വായിക്കുന്ന എങ്ങനെയാ? മക്കൾ എത്ര എന്ന് എണ്ണുന്നു. ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറയ്ക്ക് ഒരു മകനുണ്ടാകും എന്നല്ലോ വാഗ്ദത്ത വചനം. അപ്പോൾ ശ്രദ്ധിക്കണം, സാറായിക്ക് വാഗ്ദത്തം ഇസഹാക്കിനെ കിട്ടുമ്പോൾ ആ വാഗ്ദത്ത വചനം കാണുമ്പോൾ നമ്മളെല്ലാം പറയും ഇസഹാക്ക് വാഗ്ദത്ത സന്തതിയായിരുന്നു. അതിനുശേഷം യാക്കോബ് വന്നു. യാക്കോബിന്റെ 12 മക്കളുമാണ് 12 ഗോത്രമായി തീർന്നത്. വാഗ്ദത്തങ്ങളെ കുറിച്ച് പറയുമ്പോൾ യഹൂദന്മാരെല്ലാം പറയുന്നത് ഈ കഥയാണ് പറയുന്നത്. മനസ്സിലാകട്ടോ? വാഗ്ദത്തം പറയുമ്പോൾ മുമ്പ് ജീവിച്ചിരുന്ന സ്വന്തം പൂർവ്വപിതാക്കന്മാരായിരിക്കുന്ന വ്യക്തികളെ എടുത്തു പറഞ്ഞുകൊണ്ട് വാഗ്ദത്തം അതുകൊണ്ട് അവസാനിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് യഹൂദന്മാർ പറയുന്നത്. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തം അവസാനിക്കുന്നതല്ല. ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് നിന്നേ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ്, ദൈവം ആത്മാവാകുന്നു. ആത്മാവിന്റെ സ്റ്റാൻഡേർഡിൽ വേണം തന്റെ വാഗ്ദത്തം നിലനിൽക്കുവാനായിട്ട്. അപ്പോൾ ആ വാഗ്ദത്തം നിലനിൽക്കുമ്പോൾ അത് ഇസഹാക്കിനെ കുറിച്ചല്ല പറയുന്നത്. ആമേൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവപുത്രനാകുന്ന ക്രിസ്തു ജഡത്തിൽ അവതരിച്ചു കഴിഞ്ഞപ്പോൾ, പാപത്തിന്റെ പരിഹാരം തന്റെ ശരീരത്തിൽ ചുമത്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവർ പുത്രന്റെ അടുക്കിലേക്ക് വരുമ്പോൾ, പിതാവ് ആകർഷില്ല, പുത്രനെ ആരും അറിയില്ല. അപ്പോൾ ആത്മാവിൽ ജനിക്കുന്നവർ ആരായി തീർന്നു? അവരാണ് വാഗ്ദത്ത സന്തതി. ഹല്ലേലൂയ. അവരാണ് വാഗ്ദത്ത സന്തതി. ഹല്ലേലൂയ. വായിച്ച ഭാഗം വായിച്ചേ. ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറായ്ക്ക് ഒരു മകനുണ്ടാകും എന്നല്ലോ വാഗ്ദത്ത വചനം. അടുത്ത. അത്രയുമല്ല, നമ്മുടെ പിതാവായ ഇസഹാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ
തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അവളോട് അരുളി ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാണ് അന്ന് ഏശാവ് അല്ലേ, ഏശാവും യാക്കോബും അവിടെ നിന്നു. ഈ ഏശാവ് യാക്കോബിനെ സേവിക്കുമെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് എന്തുകൊണ്ടാ പറഞ്ഞത്? എന്തിനാ പറഞ്ഞത്? അപ്പൊ പറഞ്ഞ ഒരു വാഗ്ദത്തം. അപ്പൊ നമ്മൾ അവിടെ ചിന്തിക്കുക, അങ്ങനെയാണ് ദൈവം പറഞ്ഞത്. എന്തുകൊണ്ടാ ദൈവം അങ്ങനെ പറഞ്ഞത്? അതിന് കാരണം പറയുന്നത് ഇപ്പൊ പൗലോസാ. കാരണം വിളിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടം അതാണ് മുഖ്യം. മനസ്സിലാവുന്നുണ്ടോ? അവിടെ യാക്കോബിന് പ്രത്യേകതയൊന്നുമില്ല, ഏശാവിനും പ്രത്യേകതയൊന്നുമില്ല. പിന്നെയോ പ്രസവിച്ച സ്തോത്രം റബേക്കയ്ക്ക് പ്രത്യേകത വല്ലതും ഉണ്ടോ? ഇല്ല. പിന്നെ എന്താ അവിടെ പ്രത്യേകത? അപ്പൊ നമ്മൾ പിന്നെ കണക്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാക്കോബിനെ ദൈവം കണ്ട് അവർ ഉപായിയായിരുന്നു, പിന്നെ അവനെ അവിടുന്ന് മാറ്റി. ഇതൊക്കെ ശരിയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് മൂത്തവൻ ഇളയവനെ സേവിക്കുന്നത്? അതല്ലല്ലോ നാച്ചുറൽ ലോകത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇളയവൻ മൂത്തവനെ വേണ്ടേ സേവിക്കാൻ. ഇവിടെ മൂത്തവൻ ഇളയവനെ സേവിക്കേണ്ടി വരികയാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും അറിയത്തില്ല. അങ്ങനെ അറിയാൻ മേലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുവെഴുത്തിൽ അതിന് മറുപടി ഉണ്ട്. എന്താണ് ഇവിടെ പറയുന്നത്? അല്ലെന്നേ 11-ാം വാക്യം ഒന്ന് വായിക്കും. ആ വാക്യങ്ങളൊക്കെ അതിന്റെ ആ പൂർണ്ണ എസൻസിലൊന്ന് ഹൃദയത്തിലേക്കൊന്ന് വരണം കേട്ടോ. ഇതൊക്കെ നടക്കുന്നതിന് മുമ്പ്, ഇവർ തമ്മിൽ കാണുന്നതിന് മുമ്പ്, ഇതൊക്കെ സംസാരിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പോകുന്നതിന് മുമ്പ്, ഇതൊക്കെ നടക്കുന്നതിന് മുമ്പ് മുകളിൽ ഒരു തീരുമാനമുണ്ട്. മനസ്സിലാക്കണം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം എനിക്ക് ഇന്ന് ഉറപ്പാണ്, നമ്മൾ രക്ഷിക്കപ്പെട്ടവര് ദൈവകൃപയിലേക്ക് വരുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന വിഷയങ്ങളെ ഓർത്ത് ഒട്ടും ഭാരപ്പെടണ്ട. മുകളിലൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം ഭൂമി വരുമ്പോ എങ്ങനെയാണെന്നറിയാമോ? ഈ മൂത്തവൻ ഇളയവനെ സേവിക്കേണ്ടതായിട്ട് വരും. അതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കേസല്ലല്ലോ. ലോകത്തിന്റെ സിസ്റ്റം എങ്ങനെയാ? ഇളയവൻ മൂത്തവനെ, അതല്ലേ നാച്ചുറൽ ആയിട്ടുള്ള കാര്യം, അങ്ങനെയല്ലേ നടക്കേണ്ടത്. പക്ഷെ അങ്ങനെയല്ല. ദൈവത്തിൻ്റെതായ വഴികളുണ്ട്. അത് ദൈവത്തിന് മാത്രം മഹത്വം വരേണ്ടതിന് ഈ ഇളയവൻ മൂത്തവനെ സേവിക്കണം. അതെന്തിനാ കർത്താവെ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ കാലങ്ങൾക്കിപ്പുറം പൗലോസിനെ ദൈവം നിർത്തിയിട്ടുണ്ട്. എന്താണ് അവിടെ പറയുന്നത്? അതിന് ആ വാക്യം വായിക്കുമ്പോൾ, ദോഷമാകട്ടെ ഒന്ന് പ്രവർത്തിക്കുകയും ചെയ്യും മുമ്പ് തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല, ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന്. മുറിച്ച് വായിക്കാതെ പ്രവർത്തിക്കുക. അതൊന്നും കൂടെ, കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ആ പദം നമ്മുടെ മനസ്സിൽ വേണം. അത് എന്താണ് ആ വാക്യം? തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള. ഈ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം ഉള്ളത് കൊണ്ടാ നമ്മുടെ കുടുംബത്തിൽ കുറെ എണ്ണം രക്ഷിക്കപ്പെടാതെ കിടക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ഈ വചനം അവിടെ വേണം. എന്താ വരുന്നത്? തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയ പ്രകാരം ഞാനും നിങ്ങളും ഈ വിശ്വാസത്തിലേക്ക് വന്നു. പല അറിവുള്ളവർ ഈ തൊടുപുഴ കിടപ്പുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയ പ്രകാരം ഈ ജീവനുള്ള ദൈവത്തെ ഇന്ന് ആരാധിക്കാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയമാണ്. തെരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള ദൈവനിർണയമായതുകൊണ്ടാണ് എൻ്റെ കൂടെ പഠിച്ചവരും നിന്നവരെല്ലാം ലോകത്തിന്റെ പല മേഖലകളിൽ പോയി പല കാര്യങ്ങളും ചെയ്തു. ഒരുത്തൻ പോലും തിരുവെഴുത്തെടുക്കാനില്ലായിരുന്നു. അപ്പൊ തെരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള ദൈവനിർണയ പ്രകാരം എന്നെ കർത്താവ് ശുശ്രൂഷകനാക്കി വെച്ചു. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്തോ. എവിടെയൊക്കെ ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് അവിടെയൊക്കെ നിങ്ങൾ പറയണം, തെരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള ദൈവനിർണയത്തിന്റെ ശക്തിയാണ് അവിടെ വെളിപ്പെടുന്നത്. ആ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം ഹല്ലേലൂയ മൂത്തവനെ ഇളയവനെ സേവിക്കാൻ ഇടയാക്കി. ഹല്ലേലൂയ. അങ്ങനെ ചെയ്ത് ശരിയല്ലോ കർത്താവെ. മൂത്തവന്റെ പരിഗണന വേണ്ടേ? തീർച്ചയായും വേണം. അപ്പൊ ഇളയവനാണെങ്കിൽ അവനെ സേവിക്കണം. തീർച്ചയായും ഇളയവൻ ഇച്ചിരി താന്നു നിന്നേ മതിയാകത്തുള്ളൂ. അങ്ങനെയാ ലോകത്തിന്റെ സിസ്റ്റം. പക്ഷേ ദൈവത്തിന്റെ നീതി സ്തോത്രം ഹല്ലേലൂയ അവിടെ ആരൊക്കെ അറിയണം? ഹല്ലേലൂയ അബ്രഹാമും അറിയണം, ഇസഹാക്കും അറിയണം, അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ എന്നാ വേണം?
ആളെ ഏശാവും യാക്കോബും രണ്ടുപേരും കൂടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും മൂത്തവനെ സേവിക്കണം, ഇളയവൻ ഇത്തിരി താന്ന് നിൽക്കണം. അങ്ങനെ ആ വീടിന്റെ സിസ്റ്റം മുഴുവൻ പോയത് അല്ലേ? എങ്ങനെ ഉണ്ടായത്? എന്നാ ഉണ്ടായത്? അപ്പൻ എന്നാ കാണിച്ചു? ഹല്ലേലൂയ. അപ്പൻ പറഞ്ഞു, എനിക്ക് വേട്ടയിറച്ചിയോടാണ് പ്രിയം. ഹല്ലേലൂയ. ഞാൻ പറയാം, നിനക്ക് വേട്ടയിറച്ചിയോട് മൃഗവാ. കാട്ടിലെ സകല മൃഗത്തെ നീ പിടിച്ചു തിന്നാലും ശരി, നീ അനുഗ്രഹിക്കാൻ നേരത്തെ ഇളയവന്റെ തലയിൽ അനുഗ്രഹിക്കേണ്ടി വരുള്ളൂ. അത് തെരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള ദൈവ നിർണയമാണ്. ആർക്കെങ്കിലും മാറ്റം? ഇത് ആരാ തെരഞ്ഞെടുത്തത്? സ്വർഗത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. ഹല്ലേലൂയ. സ്വർഗത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നീ കണ്ണുനീരോടെ വിതയ്ക്കേണ്ടി വരും. കണ്ണുനീരും പ്രയാസങ്ങളും നിന്നെ വിട്ടു മാറത്തില്ല. പക്ഷെ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയമാണെന്ന് വെളിപ്പെട്ട് കഴിയുമ്പോഴാണ് നിനക്കത് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. പൗലോസ് മനസ്സിലായി. പൗലോസ് ആത്മാവിൽ പ്രാപിച്ചു. എന്തുകൊണ്ടാ ഈ ഇളയവനെ മൂത്തവൻ സേവിച്ചത്? ഒറ്റ കാര്യമുള്ളൂ, സ്വർഗത്തിലെ ദൈവം തെരഞ്ഞെടുത്തിട്ടുള്ളു. അവന്റെ നിർണയം എത്രത്തോളം അത് പൂർണ്ണമായിട്ട് നടക്കും. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അല്ലേ? ആ വാക്യൊന്ന് വായിച്ചേ. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല. ഇവിടെ ശ്രദ്ധിക്കണം, പ്രവർത്തികൾ നിമിത്തമല്ല. ഞാനൊരു കാര്യം പറയാം, നല്ലപോലെ എല്ലാ കാര്യം അധ്വാനിച്ചാലും ശരി, തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയമാണോ അനുഗ്രഹം അമ്മയുടെ കൂടെ ഇരിക്കുന്ന ആർക്ക് വരും എന്നറിയാവോ? ആർക്ക് വരും? ഈ യാക്കോബിനെ വരത്തുള്ളൂ. പിടികിട്ടിയോ? ഞാൻ കാട്ടിപ്പോയിട്ടില്ല, മൃഗത്തെ വേട്ടയാടിയിട്ടില്ല, മൃഗങ്ങളുടെ പുറകെ ഓടി അതിനെ അമ്പ ചെയ്ത് വീഴ്ത്തിയിട്ടില്ല, അങ്ങനെ ഒരു പരിചയമില്ല. കാടിന്റെ വാസനയില്ലാത്തവൻ. എന്നാൽ വീട്ടുകാർ മുഴുവൻ പറയും അനുഗ്രഹം മുഴുവന് ഏശാവിനാടാ. പക്ഷേ ദൈവം സ്വർഗത്തിൽ തിരിച്ച് അങ്ങനെ പോയാൽ എങ്ങനെയാ? അങ്ങനെയാണെങ്കിൽ എല്ലാ വീട്ടുകാർ ഒന്നടങ്കം ഏശാവിന്റെ പുറകെ പോയി എന്നെ ആരും അറിയത്തില്ലോ. അപ്പോൾ അതിന്റെ ഇടയിൽ ദൈവം ഒന്ന് തീരുമാനിച്ചു, ഈ ഇരിക്കുന്നവനല്ലേ ആർക്കും വേണ്ടാതെ കിടക്കുന്നവൻ, ഇവനെ അവൻ സേവിക്കുമെന്ന് ഞാൻ തീരുമാനിക്കുക. ആര് തീരുമാനിച്ചു? ദൈവം തീരുമാനിച്ചു. ഇങ്ങനെ ചില തീരുമാനങ്ങളാ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അനേകരെ ക്രിസ്തുവിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പ്രതീക്ഷിക്കാത്തവരെ ദൈവം പുറത്തു കൊണ്ടുവരും. പ്രതീക്ഷിക്കാത്തവരും ഉദ്ദേശമില്ലാത്തവരെയും ദൈവം മഹത്വത്തോടെ നിലനിർത്തും. ഹല്ലേലൂയ. അത് ദൈവശക്തി വെളിപ്പെടുത്തേണ്ടതിനാണ്. കാര്യം ദൈവം തെരഞ്ഞെടുത്തു. ആർക്കാണ് കുറ്റം വിധിക്കാനുള്ളത്? ലോകര് പലരെ കുറിച്ച് പറയാം, അവൻ നല്ലവനെ, ഇവൻ നല്ലവനെ, അവന്റെ കഴിവ് കൊള്ളാം, ഇവന്റെ കഴിവ് കൊള്ളാം, അവൻ എല്ലാ രീതിയിലും യോഗ്യതയുള്ളവനാണെന്നൊക്കെ പറയും. പക്ഷെ ദൈവം അവനെ തള്ളിയതാണെങ്കിലോ? അപ്പൊ ദൈവം ഒരുവനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ആരൊക്കെ കൂടെ എങ്ങനെയൊക്കെ കല്ലെറിഞ്ഞാലും ശരി, അവന്റെ അങ്കി രക്തത്തിൽ മുക്കി സ്വന്തം അപ്പന് കൊണ്ട് കൊടുത്തിട്ട് അവൻ ചത്തുപോയി എന്ന് പറഞ്ഞാലും ശരി, ദൈവം തക്ക സമയത്ത് കൊണ്ടുവരും. അതാണ് ആ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവ നിർണയം. അല്ലേ? ആ ഉള്ളത്തിൽ കയറണം, ആ വചനം ഉള്ളത്തിൽ കയറണം. വായിച്ചേ. തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവ നിർണയം പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ച ദൈവത്തിന്റെ ഇഷ്ടമാണ് ഇവിടെ വിഷയം. കർത്താവ് നിന്നെ വിളിച്ചോ, കർത്താവ് നിന്നെ വിളിച്ചോ, നിന്റെ എല്ലാ രംഗങ്ങളും ദൈവം മാറ്റും. കർത്താവ് വിളിച്ചോ, വിളിയുണ്ടോ? 2 വിളിയുണ്ടല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ രക്ഷയ്ക്കായിട്ടുള്ള വിളി, അതെല്ലാ വിശ്വാസികൾക്കും രക്ഷയ്ക്കായിട്ടുള്ള വിളിയുണ്ട്. അടുത്തത് വേലയ്ക്കായിട്ടുള്ള വിളിയുണ്ട്. ഇവരെ എന്തുകൊണ്ടാണ് നിങ്ങളിത് വെറുതെ പറയുന്ന കാര്യമല്ല, ഇത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ആപ്ലിക്കബിൾ ആക്കുക. ഒന്ന് വായിച്ച ആ വാക്ക് ഒന്നും കൂടെ വായിച്ചേ. പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അവളോട് അരുളിച്ചെയ്തു. കണ്ടോ? അത് വായിക്കുമ്പോ, ആ വാക്യം വായിക്കുമ്പോ നമുക്ക് അതിന്റെ സ്തോത്രം, അതിന്റെ 20 മുതലൊന്ന് വായിച്ചേ. 9:20. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ. ഇവിടെ ഒരു ചോദ്യമുള്ളൂ. കർത്താവെ, ഏശാവിനെ വലിയവനാക്കണ്ടേ? വീട്ടിൽ മൂത്തവൻ അവനല്ലേ, അവനല്ല ഉന്നത വരേണ്ടത്? ഇങ്ങനെ പ്രത്യുത്തരം ചോദിക്കുന്നവന്മാരുണ്ട്. ഈ മറുപടി കൊടുക്കുന്ന ജാതികളുടെ ഇടയിലാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, രക്ഷിക്കപ്പെടാത്തവരുടെ ഇടയിലാണ് ഈ മറുപടി ദൈവം കൊടുക്കുന്നത്. ഈ മറുപടി കൊടുക്കാൻ ദൈവം തെരഞ്ഞെടുക്കുന്ന ജാതികളിൽ നിന്നുള്ളവരല്ല, അവർ ദൈവസഭയാ. തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഉപയോഗിച്ച് ലോകർക്കും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഇടയിലും എല്ലാം ദൈവം മറുപടി കൊടുത്തുകൊണ്ടേയിരിക്കും. കർത്താവിന്റെ വചനം എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കും. ആമേൻ. പലതിനും മറുപടിയായിരിക്കും അത്.
ഹല്ലേലൂയ, ലജ്ജയായി തീർന്നു എന്ന് അടിവരയിട്ടതിനെ മാന്യമാക്കുന്ന ഒരു നാമമാ. അതിലാണ് ദൈവശക്തി അടങ്ങിയിരിക്കുന്നത്. അത് കാണുമ്പോഴൊക്കെ ഇത് ദൈവമഹത്വമാണെന്ന് പറഞ്ഞേ തീരുവുള്ളൂ. അപ്പോൾ മനുഷ്യൻ തള്ളിയതിന് മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ദൈവം ഇറങ്ങി വരും കേട്ടോ. ഹല്ലേലൂയ. ഏതൊക്കെ കാരണങ്ങൾ പറഞ്ഞും തള്ളിയിട്ടിരിക്കുന്നതിന്റെ മേൽ ദൈവമഹത്വം വെളിപ്പെടും. അത് ദൈവത്തിന്റെ നീതിയാണ്. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആരും മനഞ്ഞിരിക്കുന്നത് ഈ നമ്മൾ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവ നിർണയം ആരാ? മനഞ്ഞവന്റെ നിർണയമാണ് ഈ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മനയുന്ന ദൈവത്തിന്റെ നിർണയമാണ് തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം. നിങ്ങളൊരു കാര്യം അറിയാവോ? ദൈവത്തിന്റെ രീതി ഇവിടെ പൗലോസ് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞല്ല ദൈവം തീരുമാനിക്കുന്നത്. അത് തുടങ്ങുന്നതിന് മുമ്പേ അതിനെക്കുറിച്ചുള്ള സകല കാര്യവും തീരുമാനിച്ച ദൈവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, മനുഷ്യനും ദൈവവുമായി പല ആശയങ്ങളിൽ സംഘർഷം ഉളവാകുമ്പോൾ ആ സംഘർഷങ്ങളിലെല്ലാം ദൈവം തന്നെ ജയാളിയായി തീരും. അവന്റെ ആലോചന തന്നെ ജയാളിയായി തീരും. അവന്റെ ആലോചന നിവർത്തിക്കപ്പെടും. ആ പദ്ധതിയോട് എതിർക്കുവാൻ ആർക്കും കഴിയത്തില്ല. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആര്? അടുത്തത് എന്താ വായിക്കുന്നത്? മനഞ്ഞിരിക്കുന്നതും മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുവോ? ചോദിക്കത്തില്ല. അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ദൈവത്തിന്റെ മഹത്വം ഇവിടെ വെളിപ്പെട്ടിരിക്കും. അടുത്ത് ശ്രദ്ധിക്കണം. അല്ല കുശവൻ അതേ പിണ്ടത്തിന്മേൽ മാനത്തിനും അങ്ങനെ മണ്ണിന്മേൽ അധികാരം ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിന് ഉത്തരവും അതിന്റെ 15-ാം വാക്യവാ. ഒന്ന് വായിച്ചേ തൊട്ടിപ്പുറത്ത്. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും. ആർക്കാ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ കർത്താവ് ചിലതിനോട് കരുണ തോന്നുന്നു, ചിലതിനോട് കനിവ് തോന്നുന്നു. അതിന്റെ വെളിച്ചത്തിലാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകൾ ഇരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ച താഴ്ച, എന്റെ ദൈവം, എന്നെ മെനഞ്ഞ ദൈവം, അളലെ മെനയപ്പെട്ട എന്റെ മേൽ കർത്താവ് ദൃഷ്ടി വെച്ച് എന്നോട് കരുണ ചെയ്യുകയും എന്നോട് ദയ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയുണ്ട്. ഇത് ഇസ്രായേലിന്റെ വിഷയത്തിലാണ് സംസാരിക്കുന്നത് മുഴുവനും. ആമേൻ. എങ്കിലും ഇത് നമ്മൾ മനസ്സിലാക്കണം, ഈ ദൈവത്തിന് ഇസ്രായേലിന്റെ വിഷയത്തിൽ ഈ സ്വഭാവത്തിലും ഈ വിധങ്ങളിലുമാണ് ഇടപെടുന്നതെങ്കിൽ മക്കളാകട്ടെ നമ്മൾ ഓരോരുത്തരും ഇത് വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇസ്രായേലും ജാതിയായിട്ട് നിൽക്കുന്ന ചില മേഖലകളുണ്ട് അല്ലേ? തള്ളപ്പെട്ടും അടുത്തിരിക്കുകയും ചെയ്യുന്ന ചില വിഷയങ്ങളുണ്ട്. ഇതിലെല്ലാം ദൈവത്തിന്റെ കരുണയും കനിവും ഇറങ്ങി വരുന്ന ചില നേരങ്ങൾ, തള്ളപ്പെടുന്ന മേഖലകൾ, കഠിനപ്പെടുന്ന മേഖലകൾ, ഇതെല്ലാം നമ്മൾ ആസ്വദിക്കുമ്പോൾ മനസ്സിലാക്കിക്കണം, ഇത് കർത്താവിന്റെ ദൈവിക നിർണയപ്രകാരം ദൈവം വിളിച്ച് വേർതിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നതാണ്. അവന്റെ തിരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള ദൈവ നിർണയമാണത് അല്ലേ? തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവ നിർണയം. ആമേൻ. പ്രവർത്തികൾ നിമിത്തമല്ല. അതായത് പ്രവർത്തികൾ നിമിത്തമല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അഹോരം അധ്വാനിക്കണം. പക്ഷേ യാക്കോബ് ഏശാവിന്റെ മീതെ വാഴുന്നും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം അധ്വാനിക്കാൻ. തിരിച്ചറിയേണ്ട ഒരു കാര്യമാണിത്. ഇത് നമ്മൾ അംഗീകരിക്കുന്നില്ല. കാര്യം, നമ്മൾ അധ്വാനിച്ചതിന്റെ വെളിച്ചത്തിലല്ല ദൈവം ചെയ്യുന്നത്. ഇതിന് മീതെ ഒരുവൻ ഇരുന്ന് അരുളുന്നുണ്ട്, അവന്റെ ഇഷ്ടമാണ് നിറവേറുന്നത് എന്ന തിരിച്ചറിവ് വേണം. പലരും ദൈവസന്നിധിയിൽ ജീവിക്കുന്നെങ്കിലും പലപ്പോഴും ഈ ഗ്രാഹ്യമില്ലാതെയാണ്. അവര് വളരെ അഘോരം പ്രവർത്തിക്കുന്നു, അഘോരം അധ്വാനിക്കുന്നു, എനിക്കിന്ന് റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും. പക്ഷെ അല്ല, അങ്ങനെയല്ല. കാരണം ദൈവത്തിന്റെ നിർണയം അവിടെ വെളിപ്പെടണം. ഹല്ലേലൂയ. എല്ലാം നേടാമെന്ന് വിചാരിച്ചു ഓടുമ്പോഴും മനസ്സിലാക്കണം, ആ ഓട്ടം പൂർത്തീകരിക്കണോ വഴിയിൽ തീരണോ എന്ന് തീരുമാനിക്കുന്ന ഒരു ദൈവം മുകളിലുണ്ടെന്ന് മറന്നുപോകുന്ന വിശ്വാസ സമൂഹത്തിലെ ഞാനും നിങ്ങളും കിടക്കുക. മറന്നു കിടക്കുക ഒത്തിരി പേര്. ഹല്ലേലൂയ. ഈ പണിക്ക് പോലും കുറെ എണ്ണം ഇല്ലല്ലോ ഇന്ന്. കാരണം എന്നാ? കാര്യം പ്രവർത്തികളാ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അത് തന്നെ യാഥാർത്ഥ്യം അല്ലേ?
അതെന്തെങ്കിലും ആട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ആ 9-ാം അധ്യായത്തിന്റെ നമുക്ക് തുടർന്ന് നമുക്ക് വായിക്കാം. നമ്മൾ വായിച്ച വാക്യം ഒന്ന് വായിച്ചേ. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുന്നതും എനിക്ക് എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അരുളി ചെയ്യുന്നു. അടുത്ത വാക്യം. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താലത്രേ സകലവും സാധിക്കുന്നത്. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താലത്രേ സകലവും. നീ വെറുതെ അധ്വാനിച്ചാലും കർത്താവിന് നിന്നോട് കരുണയില്ലെങ്കിൽ നിന്റെ പണി വെറുതെയാ. നീ വെറുതെ അധ്വാനിച്ചു തീർക്കുകയാണ്. എന്തുകൊണ്ടാണ് കർത്താവ് ഇത് പറയുന്നത്? ശ്രദ്ധിക്കണേ. എന്തുകൊണ്ടാണ് കർത്താവ് ഇത് പറയുന്നത്? ഞാനിവിടെ അഘോര അധ്വാനിച്ചാൽ അതിന്റെ റിസൾട്ട് വരുമോ? ഇല്ല. ഇത് ദൈവം തരണം. ഇത് ദൈവം തരണം. പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്ന മന്ദബുദ്ധികൾക്ക് അറിയത്തില്ല ഇങ്ങനൊരു വചനം കിടപ്പുണ്ടെന്ന്. നീ എത്ര അധ്വാനിച്ചാലും വിശ്വാസത്തെ തുള്ളിയാലൊന്നും നടക്കത്തില്ല. ദൈവം നിന്നെ പട്ടിണിക്കിട്ടാ നീ തലകുത്തി നിന്ന് അതിനകത്ത് പുറത്തു വരത്തില്ല. കർത്താവ് നിനക്ക് ഫ്ലറിഷ് ചെയ്യുന്ന അവസ്ഥയിൽ നിന്റെ കാര്യങ്ങളെ ഓപ്പൺ ആക്കിയ നീ എത്ര കണ്ട് ചടഞ്ഞുകൂടി ഇരുന്നാലും നിനക്ക് അവിടെ ഇരിക്കാനും കഴിയത്തില്ല. ഇത് രണ്ടും ദൈവത്തിന്റെ നീതിയാണ്. നിന്റെ മേൽ കർത്താവിന്റെ കരുണയും ദയയും അതാത് സീസണുകളിൽ ഇറങ്ങി വരുന്നുണ്ട്. എന്നാൽ മറ്റു ചില സമയങ്ങളിൽ കഠിനപ്പെട്ടിരിക്കുകയും ചെയ്യും. ആമേൻ. അപ്പോൾ ഇതിന്റെ നടുവിലെല്ലാം സ്വർഗത്തിലെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള ദൈവനിർണയം എന്നാണെന്ന് അറിഞ്ഞ് എന്റെ പ്രവൃത്തി കൊണ്ടല്ല കർത്താവേ നിന്റെ കൃപയാലാണ് ഇത് ലഭിക്കുന്നതെന്ന് ആദ്യം അംഗീകരിക്കണം. ചിലർക്ക് എത്ര വർഷം കഴിഞ്ഞാലും പെന്തക്കോസ്ത് വന്നാലും ശരി ഒരു ബോധവുമില്ല. ഇന്നും ഒരു ബോധമില്ല. വെറും മാനുഷികമായിട്ട് സംസാരിക്കാൻ ദൈവം തരുമെന്ന് പറയില്ല. ദൈവത്താലാ ഇത് ഇടപെടുന്നതെന്ന് പറയില്ല. ചിലരെ കണ്ടിട്ടുണ്ട്. നഷ്ടത്തിന്മേൽ നഷ്ടം, കഷ്ടത്തിന്മേൽ കഷ്ടം, പരാജയത്തിന്മേൽ പരാജയം. എല്ലാ രീതിയിലും തകർന്നടിഞ്ഞു കിടന്നാലും വായിൽ നിന്ന് ദൈവമാണ് ഇതിന്റെ പിന്നിൽ ഇരിക്കുന്നതെന്ന് ചത്താലും പറയാത്ത വിശ്വാസബോധത്തിലുള്ളവരുണ്ട്. കാര്യം അവർക്ക് പറ്റുന്നില്ല ഇത്. അവർ വീണ്ടും വെറും ബലഹീനരായിട്ട് മനുഷ്യരെ ആശ്രയിക്കുകയാണ്. ഹേ മനുഷ്യ, നീ ആശ്രയിക്കുന്ന മനുഷ്യരെയും തെരഞ്ഞെടുത്ത് ഈ ദൈവമല്ലേ? നീ ദൈവത്തിലേക്ക് നിന്റെ കണ്ണുയർത്ത്. എന്തേ നിനക്ക് കഴിയാത്തെ? എന്തേ കഴിയാത്തെ? അപ്പൊ ഒരു കാര്യമുണ്ട്. കർത്താവ് പദ്ധതി ഇട്ടാലുണ്ടല്ലോ, നിന്നെ പിടിക്കണമെന്ന് പദ്ധതി ഇട്ടാലുണ്ടോ നിന്നെ പിടിക്കും. നിന്റെ നിലവിളിയും കാർച്ച് ഡയലോഗൊന്നും എന്റെ ദൈവത്തിന് കേൾക്കണമെന്നില്ല. നിന്റെ ഡയലോഗ് കേട്ട് അനേകയുടെ ചെവി പൊട്ടി ഒലിച്ചിട്ടുണ്ട് ഇല്ലേ? നിന്റെ കരച്ചിലും നിലവിളിയും ഫീലിങ്സ് എല്ലാം ഇട്ട്. പക്ഷെ ഇതൊന്നും ഏക്കാത്തൊരു ഇടമുണ്ട് സ്വർഗത്തില്. ഹല്ലേലൂയ. വായിച്ചേ, തുടർന്ന് വായിച്ചേ അതിന്റെ സ്തോത്രം. അതിന്റെ 21-ാം വാക്യം. 21-ാം വാക്യം. ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? തീർച്ചയായിട്ടും അധികാരമുണ്ട്. വായിച്ച അടുത്ത്. എന്നാൽ ദൈവം തന്റെ കോപം കാണിക്കുവാൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ദൈവം തന്റെ കോപം കാണിക്കുവാനും ശക്തി വെളിപ്പെടുത്തുവാനും. ഇപ്പൊ മനസ്സിൽ ദൈവത്തിന്റെ കോപം, ദൈവത്തിന്റെ ശക്തി. അടുത്തത് യഹൂദന്മാരിൽ നിന്നും മാത്രമല്ല നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ. അപ്പോൾ ശ്രദ്ധിക്കണം. ഇതെന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? ആമേൻ. ഇസ്രായേൽ ജനത്തെ കൊണ്ടുവരാൻ നേരത്ത് സ്വർഗത്തിലെ ദൈവം ഒത്തിരി ഭാരം അനുഭവിച്ചിട്ടുണ്ട്. ഇത് പൗലോസ് പറയുകയാണ്. എന്താണ് ഈ ജനത്തിന്റെ പിറുപിറുക്കല്, പിന്മാറ്റം, വിഗ്രഹാര, ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ഈ ജനം കിടന്ന് ദൈവത്തെ അസ്വസ്ഥപ്പെടുത്തിയാണ് മുമ്പോട്ട് വന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ പൗലോസ് പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. കാരണം ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കോപം, ദൈവത്തിന്റെ ശക്തി, ഇത് രണ്ടും വെളിപ്പെടുത്തുവാൻ യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല, പിന്നെ ആരാ? ജാതികളിൽ നിന്നും വിളിച്ചു തേജസ്സിലായി. എങ്ങോട്ടാ?
തേജസ്. ശ്രദ്ധിക്കട്ടെ, തേജസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച തേജസ്സിൽ നിന്ന് മനസ്സിലാവുന്ന എബ്രായ ലേഖനത്തിലേക്ക് പോകണം. ആ തേജസ്സിലേക്ക് പോകുവാൻ വിളിച്ച് വേർതിരിക്കപ്പെട്ട ഏതൊരു രക്ഷിക്കപ്പെട്ട ദൈവവൈതലിന്റെയും ഇസ്രായേൽ മക്കളെ നടത്തിയതുപോലെ അവരെയും നടത്തുന്നു. ഇന്ന് നമ്മൾ ഈ നടന്നു പോകുന്ന പാതയുണ്ടല്ലോ, ഇത് നമുക്ക് മുമ്പേ പ്രീ പ്ലാൻ ചെയ്ത ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുകയാണ്. നമ്മൾ ഈ നടന്നു പോകുന്ന വഴി ശരിക്കും നോക്ക്. ഇതിനു മുമ്പ് 6 ലക്ഷം ജനം കടന്നുപോയ സെയിം റൂട്ടിൽ കൂടെ നടന്നു പോകും നമ്മള്. അവർക്ക് അന്ന് നടക്കാത്ത പല അനുഭവങ്ങള് നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം ചെയ്യുവാനിരിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ടതാ കാര്യം. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കോപം. നമുക്കിട്ട് അടി കിട്ടിയിട്ടില്ലേ? എത്ര വട്ടം കിട്ടിയിട്ടുണ്ട്? എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒത്തിരി വട്ടം അടി കിട്ടിയിട്ടുണ്ട്. മനുഷ്യന്റെ കയ്യാലുള്ള അടിയല്ല, ദൈവത്തിന്റെ കരത്താലുള്ള അടി തന്നെ കിട്ടിയത്. എത്രയോ വട്ടം ശാസന കിട്ടിയിട്ടുണ്ട്. എത്രയോ തവണ ശിക്ഷ നേരിട്ടിട്ടുണ്ട്. എത്രയോ അനുഭവങ്ങൾ നിരോധനം അനുഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം അനുഭവിച്ചാണ് ഈ വേലയിൽ വരുന്നത്. ഇത് വേലയ്ക്ക് വരുന്നവന്റെ പ്രൊസീജിയർ ഇതൊക്കെയാണ്. വിശ്വാസിയായിട്ടിരിക്കുന്നതിന് ഇത്ര ഇല്ലെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷേ അവനും ദൈവത്തെ അറിഞ്ഞേ മതിയാകത്തുള്ളൂ. ആമേൻ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ അടുത്ത് വരുമ്പോൾ തിരിച്ചറിയണം, ഈ വചനങ്ങളൊക്കെയും കാണിക്കുമ്പോൾ ഈ വചനങ്ങളിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു സത്യമുണ്ട്. എന്താണെന്നറിയാവോ? ദൈവം സ്തോത്രം ജാതികളിൽ നിന്ന് മാത്രമല്ല, യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല, ജാതികളിൽ നിന്നും കണ്ടോ, കരുണാപാത്രങ്ങളായ നമ്മിൽ. അപ്പൊ നമുക്ക് കരുണ ലഭിച്ചിട്ടാണ് ദൈവകൃപയിലേക്ക് വന്നത്. അപ്പോൾ അവന്റെ കരുണ ലഭിച്ചു, അവന്റെ ദയ ലഭിച്ചു. എനിക്ക് കരുണ തോന്നുന്നതിനുള്ള കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നി. അപ്പൊ നമ്മളോട് തോന്നിയത് എന്താണെന്നറിയോ? കരുണ തോന്നി. നമ്മൾ നശിച്ചു പോയ മേഖലകളുണ്ടില്ലേ? നമ്മുടെ കുടുംബവും പശ്ചാത്തലവും കുടുംബാംഗങ്ങളും ദേശവും ഇതിന്റെ നടുവിൽ അനേകർ തകർന്നു പോയപ്പോഴും നമ്മുടെ കുടുംബത്തോട് എന്താ ദൈവത്തിന് തോന്നിയത്? കരുണ തോന്നി, കനിവ് തോന്നി. പക്ഷേ ആ കരുണയും കനിവും നീയും കൂടെ ഗ്രഹിക്കണ്ടേ? അതിനിപ്പം മരുഭൂമിയിലേക്ക് കയറിയേക്കുക. ഇനിയാണ് ദൈവം ആരാന്ന് മനസ്സിലാകാൻ പോകുന്നത്. ഇതൊന്നും വെറുതെ കേട്ട് രസത്തിന് ഇത് മീറ്റിങ്ങും കഴിഞ്ഞ് വീട്ടിൽ പോയി ഇച്ചിരി തിന്ന് ഇച്ചിരി ചാച്ചാൻ വേണ്ടി ഇരിക്കുന്നതിനൊന്നും ഈ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇത് അനുഭവം വരുമ്പോഴേ ഈ പറയുന്ന കാര്യം മനസ്സിലാകത്തുള്ളൂ. വായിച്ചേ. യഹൂദന്മാരിൽ നിന്നും മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ചു തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം കണ്ടോ? അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ഈ പറഞ്ഞ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തണം. ഈ തേജസ്സിന്റെ ധനം നമുക്ക് അറിയാം. അബ്രഹാമിൽ കണ്ടു, ഇസഹാക്കിൽ കണ്ടു, യാക്കോബിൽ കണ്ടു, അല്ലെ? യോസേഫിൽ കണ്ടു, മോശയിൽ കണ്ടു, പ്രവാചകന്മാരിൽ കണ്ടു. എന്താ കണ്ടത്? ഈ തേജസ് അവരിലൂടെയും വെളിപ്പെട്ട പല രംഗങ്ങളുണ്ട്. എന്നാൽ അവരുടെയൊക്കെ ജീവിതത്തിൽ വെളിപ്പെട്ടത് കണ്ട് നമ്മൾ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഈ തലമുറയിൽ അന്ന് അവർക്ക് പോലും കാണാൻ കഴിയാത്ത പല തേജസ്സും നമ്മുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. കർത്താവ് വിൻസെന്റിന്റെ ജീവിതത്തിലും ഈ തേജസ് വെളിപ്പെടുത്തുവാനാ വിൻസെന്റിനെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ആളുകൾ അത് എങ്ങനെയാന്ന് ചോദിച്ചതിന് മറുപടി ഒന്നേ ഉള്ളൂ. മൂത്തവൻ ഇളയവരെ സേവിക്കണം. അപ്പോൾ ചിലരെ സ്പർശിക്കാനാണ് ദൈവം മൂത്തതിനെ ഇളയതിനെ സേവിക്കുക എന്നൊക്കെ ഇടയാക്കിയത്. ആമേൻ. ആളുകൾ അവിടെ ചോദ്യങ്ങളുണ്ട്. തെരഞ്ഞെടുക്കപ്പെടുമ്പോ നമ്മളെ ഓരോരുത്തർ ദൈവം തെരഞ്ഞെടുത്തിന് കാരണം എന്നാണെന്നറിയോ? കനിവ് തോന്നണവന് കരു തോന്നി, കരുണ തോന്നണ കരുണ തോന്നി. ദൈവം തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഇനി ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് അനേകരുടെ അടിസ്ഥാനം ഇളകാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ. കാരണം ദൈവം ഉണ്ടെന്ന് എങ്ങനെ അറിയാം? പറഞ്ഞ ദൈവം ഉണ്ടെന്ന് എങ്ങനെ അറിയാം? ദൈവം ഉണ്ടോന്ന് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, ചിലരെ ആരാണോ ദൈവത്തെ അറിയേണ്ടത് അവരുടെ കണ്ണിൽ ഹീനമായിരിക്കുന്നതിനെ ദൈവം തെരഞ്ഞെടുത്ത് മാന്യമാക്കും. ആരാണോ ദൈവത്തെ അറിയേണ്ടത്, ഒന്നും കൂടെ ആ ഡെഫിനിഷൻ പറയാം, ആരാണോ ദൈവത്തെ അറിയേണ്ടത് അവരുടെ കണ്ണിൽ ഹീനമായിരിക്കുന്നതിനെ ദൈവം ആ ഹീനമായതിനെ തെരഞ്ഞെടുത്ത് ഹീനമായതിനെ മാന്യമാക്കുമ്പോൾ ഇവർക്ക് വിധി എഴുതിയ തെരഞ്ഞെടുക്കപ്പെടേണ്ടവരുണ്ട്, അല്ലെങ്കിൽ ദൈവത്തെ അറിയേണ്ടവരുണ്ട്, അവർക്ക് അതൊരു ന്യായവിധിയായിട്ട് തീരും. അപ്പോൾ ഹീനമായി ചിലതിനെ വിധി എഴുതി ഇട്ടിരിക്കുമ്പോൾ അതിനെ ദൈവം മാന്യമാക്കി എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? പലരുടെ ഉറക്കം പോകും.
അതാ ഉണ്ടാക്കാം. പലരുടെ ഉറക്കം പോവും, പലരുടെ സന്തോഷം പോവും. ആളുകൾ അവർ അതുവരെ അന്വേഷിച്ചതുപോലെ പിന്നെ ദൈവത്തിലേക്ക് വരത്തില്ല. ദൈവത്തെ വാസ്തവമായി അന്വേഷിക്കാൻ തുടങ്ങും. ഹീനമായി കിടന്നവൻ പല നന്മകൾ കാണുമ്പോൾ ഇവന്റെ ഉള്ള ഉരുകും. ഇത് ദൈവത്തിന്റെ നീതിയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പൗലോസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജാതികൾ യഹൂദന്മാരിൽ നിന്നും മാത്രമല്ല, ജാതികളിൽ നിന്നും നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് എന്ത് അടുത്തത് ഇവിടെ ശ്രദ്ധിക്കണം. ഇത് യഹൂദന്മാർക്ക് എരിവ് വരുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായോ? എങ്ങനെയാ? അവർ തള്ളിയ നാമം ഹല്ലേലൂയ മുറുകെ പിടിച്ച് പല രാജ്യങ്ങളും സമ്പത്തിലേക്ക് ഉയർന്നു കയറി. പല മനുഷ്യരും ഉയർന്നു വന്നു. അവരെല്ലാം ആശ്രയിച്ചു വരുമ്പോൾ അവരുടെ അപ്പനപ്പൂപ്പന്മാര് തള്ളിക്കളഞ്ഞ നാമമാണ് യേശു ക്രിസ്തുവിന്റെ നാമം. അത് ഏറ്റെടുത്ത രാജ്യങ്ങൾ അല്ലെങ്കിൽ 7 വൻകരകളിൽ ശക്തിപ്പെട്ട് ബലപ്പെട്ട് അവരുടെ നാമത്തിൽ ആരാധിക്കുന്നത് കാണുമ്പോൾ യഹൂദന് ഉള്ളം കൊണ്ട് ഭയങ്കര ചൊറിച്ചില്. മനസ്സിലാവുന്നുണ്ടോ? ഇത് അവർക്ക് ശരിക്കും ചൊറിയുന്നുണ്ട്. അതുകൊണ്ടല്ലേ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവർ സുവിശേഷവുമായി യഹൂദന്മാരോട് പറയുമ്പോൾ യെരുശലേമിലെ സ്ട്രീറ്റുകളിൽ പലയിടത്തും ആളുകൾ സുവിശേഷം പറയുന്ന പലരും ഇന്ന് കഷ്ടത അനുഭവിക്കുന്നുണ്ട്. അനേകരും അടിയേൽക്കുന്നുണ്ട്, നിന്നയേൽക്കുന്നുണ്ട്. കാരണം എന്നാ? ഇവർക്ക് എരിവ് വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ തള്ളിയപ്പോൾ ആ തള്ളപ്പെട്ടവൻ ജാതികൾക്ക് വെളിച്ചമായി തീർന്നു. ദൈവജനത്തെ തള്ളി അവർ, നിങ്ങൾ ശ്രദ്ധിക്കണം, 2000 വർഷമായി 1948 വരെയും ഇസ്രായേലിന് രാഷ്ട്രമില്ലായിരുന്നു, അല്ലേ? രാഷ്ട്രമില്ല. എന്നാൽ ഇവർ ഈ 2000 വർഷം കണ്ട കാഴ്ച എന്നാണെന്നറിയാവോ? പല രാജ്യങ്ങളും സുവിശേഷത്തിന്റെ പിന്നിൽ വളർന്നു വന്നു. പലരും ശക്തിപ്പെട്ടു, അനേകർ സമ്പന്നരായി തീർന്നു. എന്താണ് ഈ പറഞ്ഞ ചരിത്രം? ഹല്ലേലൂയ. ഇവരുടെ പൂർവികർ പറയുന്ന ചരിത്രത്തിൽ സ്വതന്ത്രം ഹല്ലേലൂയ അവരുടെ അച്ഛന്റെ മകൻ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ആശാരി എന്ന് പറഞ്ഞ് കൊള്ളില്ലാത്തവനെന്നോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല ദുർവ്യാഖ്യാനം കൊടുത്ത് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഈ കർത്താവിന്റെ കരത്തിന് കീഴിൽ അത്ഭുതങ്ങളെ നടന്നു. മാത്രമല്ല ഈ നാമം പ്രസംഗിച്ചെടുത്ത് ജാതികൾ രക്ഷിക്കപ്പെട്ട് അവരവരുടെ മതങ്ങളെ വലിച്ചു കളഞ്ഞു. അവരവരുടെ പൂർവ്വ സമ്പ്രദായങ്ങളെ മാറ്റി ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന രംഗം യഹൂദന്മാര് കണ്ടപ്പോ അവർക്ക് മനസ്സിലായി ഈ ദൈവം ഇവരുടെ അടുക്കൽ നിന്ന് പോയി. പിടികിട്ടിയോ? ഇനി എന്തുകൊണ്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത്? അവർക്ക് എരിവ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. വായിച്ചേ. കണ്ടോ? ജീവനുള്ള ദൈവത്തിന്റെ മക്കളെന്ന് ഇവരിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി അടുത്ത യുദ്ധത്തിന് വേണ്ടി ഇസ്രായേൽ മക്കൾ കൂപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത യുദ്ധം വരുമ്പോൾ തകർന്നടിഞ്ഞ് വീണ്ടും ചെതറിപ്പോകാൻ വരുമ്പോൾ ഇവരുടെ നിലവിളിയെങ്കിലാണെന്ന് ഓർക്കണം. 7 വർഷത്തിന്റെ അവസാനം, മഹോദരത്തിന്റെ 7 വർഷത്തിന്റെ അവസാനം അളലി അവർ നിലവിളിക്കുമ്പോഴാണ് മശിഹ വെളിപ്പെടുന്നത്. മശിഹ വെളിപ്പെടുമ്പോൾ അവരവരുടെ ഉടച്ചിരിക്കുന്നത് മോശയിലും പ്രവാചകന്മാരെല്ലാം മുറുകെ പിടിച്ചിട്ട് ഇവന്മാരുടെ കൊലപാതകം എല്ലാം കൂടെ മറച്ചു വെച്ചിട്ടാണെന്ന് ഓർക്കണം ഇവർ നോക്കി നിൽക്കുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ദൈവപുത്രനാകുന്ന കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷമാകുമ്പോൾ അവൻ മശിഹയാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ പ്രശ്നം എന്നാണെന്നറിയോ? കൂടെ ഇറങ്ങി വരുന്ന അസംഖ്യം ജനമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നമ്മളിവിടെ വായിക്കുമ്പോ ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകം അതിന്റെ 19-ാം അധ്യായം അതിന്റെ 19-ന്റെ 11 മുതൽ വായിച്ചേ. അനന്തരം സ്വർഗ്ഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേര്. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അടുത്തത് അവന്റെ കണ്ണ് അഗ്നിജ്വാല. വെളിപ്പാട് ദിവസം തുടങ്ങിയപ്പോ ആരുടെ കണ്ണാണോ അഗ്നിജ്വാലയായിരിക്കുന്ന അവൻ തന്നെയാണ് ഇവൻ. ആമേൻ. നമ്മുടെ രക്ഷകൻ. വായിച്ചേ. അനേകം രാജമുടികൾ തലയിൽ. ഒരു നാമവും അവനുണ്ട്. അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന്
ദൈവവചനം എന്ന് പേര് പറയുന്നു. ദൈവവചനം എന്ന പേര് ഒരുവനേ ഉള്ളൂ, അത് ക്രിസ്തുവിന്റെ ദൈവപുത്രന് മാത്രമാണ്. വചനം ജഡമായി തീർന്നെങ്കിൽ ആ വചനം എന്ന് പേര് എഴുതപ്പെട്ട ക്രിസ്തു. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ വിളിക്കുന്ന യേശു എന്നുള്ളതല്ല ശരിക്കും ദൈവപുത്രന്റെ പേര്. നമ്മളത് മനസ്സിലാക്കണം. അത് വളരെ ആഴമുള്ളൊരു കാര്യമാണ്. കർത്താവിന്റെ പേരെന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും വെള്ളക്കല്ലിൽ എഴുതിയിരിക്കുന്ന പുതിയ പേരുണ്ട്, അതെന്നാ നമുക്കറിയത്തില്ല. എനിക്കുമുണ്ട്. ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എനിക്കും കിട്ടും ആ പേര്. ആമേൻ. ആ പേര് കർത്താവ് എന്നെ വിളിക്കുന്ന പേരെന്നാന്ന് എനിക്കറിയത്തില്ല. എൻ്റെ പേര് വിൻസെന്റ് എന്നല്ല ശരിക്കും. മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യരിട്ട പേരാ നമ്മളിപ്പോ കൊണ്ടു നടക്കുന്നത്. അത് മാത്രമല്ല, വേറെ കാര്യം ശ്രദ്ധിക്കണം, അവിടെ ഇങ്ങനെ ആണും പെണ്ണും വേഷമായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെന്താ, എല്ലാവരും ദൂതതുല്യരായിട്ട് തീരുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? അവിടെ ഉറങ്ങുന്ന അച്ചായനും ആളലിയാസൊന്നും മയങ്ങുന്ന അമ്മാമ്മയൊന്നും ഇല്ല അവിടെ. പിന്നെ ആരാ അവിടെ? എല്ലാവരും ദൂതതുല്യരായിട്ട് തീരുകയാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അടുത്ത ഭാഗം വായിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ ശ്രദ്ധിക്കണം, സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച്, ഈ വിശേഷ വസ്ത്രം ധരിച്ചിരിക്കുന്ന ദൈവസഭ മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുക്കപ്പെട്ട ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ വിളിക്കപ്പെട്ടവർ മാത്രം വിശേഷ വസ്ത്രം ധരിച്ചിരിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കണം, ഇത് എങ്ങോട്ടാ വരുന്നതെന്നറിയാവോ? ഇത് നേരെ വരുന്നത് ഈ പറഞ്ഞ അവിടെയാണ്. അതായത് മഹത്വ പ്രത്യക്ഷതയ്ക്കായിട്ടാണ് കർത്താവ് യേശു ക്രിസ്തു നമ്മൾ ഈ വിശുദ്ധന്മാരുമായിട്ട് കടന്നു വരുന്നത്. അപ്പോൾ കർത്താവിനോടുകൂടെ, കർത്താവ് മുമ്പേ പോകുമ്പോൾ നമ്മൾ വിശുദ്ധന്മാര് കർത്താവിനോടൊപ്പം തന്നെ. ആ വാക്യം വായിക്കുമ്പോൾ എന്താ വായിക്കുന്നത്? നിർമ്മലമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ള കുതിരപ്പുറത്ത് അവനെ അനുഗമിച്ചു. അടുത്തത് ശ്രദ്ധിക്കണം, ഇത് ആരുടെ വായിൽ നിന്ന്? ക്രിസ്തുവിന്റെ വായിൽ നിന്ന്. ഇസ്രായേലിന് ചുറ്റും എന്തുവന്ന്? ജാതികളായിരിക്കുന്നവർ വന്ന്, അല്ലെ സകല രാജ്യങ്ങളും വന്ന് അവരെ വിഴുങ്ങാനും തകർക്കുവാനും വന്ന് അങ്ങനെ ഒരുങ്ങി അവരെ ഇരിക്കുമ്പോഴാന്ന് ഓർക്കണം ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത. അപ്പോൾ യഹൂദന്മാര് നോക്കി വിളിക്കുമ്പോൾ അവരുടെ വിളിയുടെ മഹത്വം കൊണ്ടാണ് പുത്രൻ വെളിപ്പെട്ടെന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെ അല്ലെന്ന് അവനെ കുതിരപ്പുറത്ത് അനുഗമിക്കുന്നത് നമുക്കറിയാം. പിടികിട്ടിയോ? ആളെ ഒരു യഹൂദൻ വന്നിട്ട് കണ്ടോ, ഞങ്ങളുടെ അപ്പച്ചമ്മോരുടെ ഭക്തി പോടാന്ന് പറയും. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാ. എന്തുകൊണ്ടാണ്? കാര്യം ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വിശുദ്ധന്മാർ കണ്ടുകൊണ്ടായിരിക്കുന്നത്. പുത്രന്റെ പ്രവർത്തികൾക്ക് നമ്മൾ സാക്ഷിയാണ്. അപ്പോൾ പുത്രൻ വെളിപ്പെടുമ്പോൾ മനസ്സിലാക്കുക, ജാതികളെ വെട്ടേണ്ടതിന്, അങ്ങനെയല്ലേ വായിക്കുന്നത്, ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നുണ്ട്. അധർമ്മമൂർത്തിയെ തന്റെ വായിലെ വാക്കുകളാൽ, മൂക്കിലെ ശ്വാസത്താൽ അവന് ഒടുക്കി, അല്ലെ? ഇത് വായിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു? വചനം പുറപ്പെടുകയാണ്. അപ്പോൾ കർത്താവിന്റെ വായിലെ വചനം പുറപ്പെടുമ്പോൾ ഭൂമിയിലുള്ള സകല ശക്തികളും വെന്തുരുകി പോകുന്ന രംഗം അവിടെ കാണുന്നത് മനസ്സിലാക്കണം. അപ്പോൾ യഹൂദന്മാര് പ്രത്യക്ഷത്തിൽ കാണുകയാണ് ഇവരോട് മത്സരിക്കാൻ നിന്ന സൈന്യങ്ങള് ഒന്നടങ്കം തകർന്ന് മണ്ണടിയുന്ന, അതായത് ചീഞ്ഞഴിഞ്ഞ് അത് പോകുന്ന രംഗമാണെന്ന് കാരണം അവരുടെ കൺതടത്തിൽ വെച്ച് കണ്ണ് അഴുകിപ്പോകും. മനസ്സിലാകുന്നുണ്ടോ? ഈ അസാധാരണമായ കാഴ്ച കണ്ടു കഴിയുമ്പോഴത്തേനുമാണ് ഇവർ നോക്കുമ്പോൾ, യഹൂദന്മാർ നോക്കുമ്പോഴത്തേനും ക്രിസ്തുവിന്റെ പിന്നാലെ ഒത്തിരി പേര് വരുന്നുണ്ട്. ഇവരെല്ലാം മനുഷ്യരാ. അപ്പോൾ ഇവരെങ്ങനെ അവിടെ വന്നു? അപ്പോഴാണ് യഹൂദന്മാർക്ക് കളിപ്പ് മനസ്സിലാകുന്നത്, അവർക്ക് പറ്റിയ അബദ്ധം മനസ്സിലാകുന്നത്. അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന പദവി, കാന്തയുടെ പദവിയിലേക്ക് നമ്മൾ ഉയർന്നു. മനസ്സിലാക്കണം, ആ വലിയ ഭാഗ്യമാണ് നമുക്കിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വിശേഷ വസ്ത്രം ധരിക്കുവാൻ നമ്മൾ പ്രാപ്തിയുള്ളവരായി ജീവിതത്തിന്റെ മേഖലകളെ ശുദ്ധീകരിച്ച സ്റ്റെപ്പുകളെ വെക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ. നമുക്ക് മടങ്ങി വരാം, വേഗം നിർത്താം. സ്തോത്രം. അതിന്റെ റോമാലേഖനമാണ് നമ്മൾ വായിച്ച 9-ാം അധ്യായം, അതിന്റെ സ്തോത്രം അതിന്റെ 10 മുതൽ ഒന്ന് വായിച്ചാട്ടെ. അത്രയുമല്ല, റിബേക്കയും നമ്മുടെ പിതാവായ ഇസഹാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം
പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന്. അപ്പോൾ വിളിച്ചവന്റെ ഇഷ്ടം, തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം, ഇത് നമ്മൾ എപ്പോഴും ഓർത്തോണം. ഞാൻ എത്ര അധ്വാനിച്ചാലും എത്ര പ്രവർത്തിച്ചാലും തെരഞ്ഞെടുപ്പിൻ പ്രകാരം ദൈവത്തിന്റെ നിർണയം എന്തോ അതേ നിവർത്തിക്കപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. അല്ലാതെ മറ്റൊരു കാര്യം ഈ വിഷയത്തിൽ നടക്കത്തില്ല. ഹല്ലേലൂയ. ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ തുടർന്ന് നമുക്ക് അതിന്റെ 15 നമ്മൾ വായിച്ചല്ലോ. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്ന് അവൻ മോശയോട് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് അടുത്ത വാക്യം, ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് എന്റെ ശക്തി കാണിക്കേണ്ടതിന് എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വായിച്ച വാക്യത്തിൽ യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്താൻ നമ്മളെ തെരഞ്ഞെടുത്തു, അല്ലേ? ജാതികളിൽ നിന്നുള്ളവർ തെരഞ്ഞെടുത്തു. അവര് നിങ്ങൾ എന്റെ മക്കളല്ല എന്ന് പറഞ്ഞ ഇടത്ത് നിങ്ങൾ എന്റെ മക്കളെന്ന്, അല്ലേ, നിങ്ങൾ വിളിക്കപ്പെടും. ജനമല്ലാത്തത് ജനമെന്നും പ്രിയ അല്ലാത്തവരെ പ്രിയ എന്നും വിളിക്കും. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കണം, ഇവിടെ ദൈവജനത്തെ രക്ഷിക്കുമ്പോൾ ഫറവോൻ മറുവശത്ത് നിൽക്കുകയാണ്. ഫറവോൻ കഠിനപ്പെട്ടതും ദൈവജനത്തെ തടുത്തതും ദൈവജനത്തെ ക്ലേശിപ്പിച്ചതും 430 വർഷത്തെ ആധിപത്യം അവസാന നേരത്തും സ്വത്രം മാറ്റം കൂടാതെ അവരുടെ മേല് സ്വത്രം ഹല്ലേലൂയ സ്വത്രം ഇടപെട്ടപ്പോഴുമെല്ലാം ദൈവപ്രവൃത്തിയോടെ വെളിപ്പെട്ടു, അല്ലേ? അപ്പോൾ ഫറവോനോട് പറഞ്ഞ കാര്യം എന്താ? ഫറവോനോട് പറഞ്ഞ കാര്യം എന്താണ്? ഇതിനായിട്ട് തന്നെ ഞാൻ തന്നെ നിർത്തിയിരിക്കുന്നു, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കണം, അല്ലേ? എങ്ങനെ ശക്തി കാണിക്കുന്നത്? ദൈവജനം പുറപ്പെടുമ്പോൾ ഇവനിൽ ശക്തി കാണിക്കണം. അതായത് ശത്രു പദത്തിലിരിക്കുന്ന സകല ട്രഷറുകളും എല്ലാ, അതായത് ശത്രുക്കളായിരിക്കുന്നവരുടെ കയ്യിലെ സകല സമ്പത്തും ദൈവത്തിന്റെ കോപം വെളിപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിക്കുകയാണ്. ഇതിന്റെ നടുവിൽ നിന്നാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് പാപത്തിലിരിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ നിന്ന് കുഞ്ഞാന്റെ രക്തത്താൽ നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെടുമ്പോൾ, നമ്മളെ സ്വർഗത്തിൽ ദൈവം തെരഞ്ഞെടുത്ത് നമ്മളെ മാറ്റുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് സ്തോത്രം, നമുക്ക് വൈരികളായി, ക്രൂശിന് ശത്രുക്കളായി, സുവിശേഷത്തിന് വിരോധികളായി നിൽക്കുന്നവരുടെ ജീവിതത്തിന്റെ മേഖലകളിൽ ദൈവം ഇടപെട്ടോണ്ടായിരിക്കുന്നത്. അപ്പോൾ തന്നെ അവർ ദൈവത്തെ അറിഞ്ഞു വരുമ്പോൾ അവരോട് കരുണ ചെയ്യുന്നു, അവരോട് ദയ ചെയ്യുന്നു. മനസ്സിലാക്കണം, ഇതേ അനുഭവം ഇന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. ഈ സൈക്ലിക് ആയിട്ടുള്ള സ്റ്റേജിൽ നിന്ന് അന്ന് ഇസ്രായേൽ മക്കളുടെ പൊസിഷനിൽ നമ്മളെ കയറ്റി നിർത്തിയേക്കുക. അന്ന് ഫറവോന്റെ പോസ്റ്റിലേക്ക് ഇന്ന് നമ്മളോട് വെല്ലുവിളിക്കുന്ന വൈരികളെ കയറ്റി നിർത്തിയേക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ദൈവജനം അവിടുന്ന് ദൈവപ്രവൃത്തി കാണുമ്പോൾ ഇവന്റെ മാനസാന്തരത്തിനായിട്ട് ഇടപെടുകയാണ്. ഇതിന്ന് നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. നമുക്ക് വൈരികൾ മനുഷ്യരാണ്? ഒരിക്കലും അല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടാണോ? അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിലെ ലോകാധിപതികളും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോടും മാത്രമേ. അപ്പോൾ തന്നെ നമ്മൾ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ ഈ സ്തോത്രം വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകൾ, ഇവ ഡയറക്റ്റ് ഇടപെടുന്ന എങ്ങോട്ടാ? ഇവര് ഡയറക്റ്റ് ഇടപെടുന്ന ആരോടാ? എങ്ങനെയുള്ളവരോടാ? തെരഞ്ഞെടുക്കപ്പെടാത്തവരും പാപത്തിൽ നിൽക്കുന്നവരെയാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? ഹല്ലേലൂയ. മനസ്സിലാക്കുക, എവിടെ ഇടപെടുന്നത്? നമുക്കിതൊന്നും അകത്ത് കത്താത്തത് നമ്മൾ ഇതിനോട് ബന്ധപ്പെടുകയോ നമ്മുടെ വിഷയങ്ങളുമായിട്ടൊന്നും നമ്മൾ അതുമായിട്ട് താരതമ്യം ചെയ്യാതെ ജീവിക്കുന്നതുകൊണ്ടാണ് നമുക്കിതൊന്നും നമ്മുടെ അകത്ത് കയറാത്തത്. വില കൊടുത്തിട്ടില്ലെന്ന്. നമ്മൾ വില മറ്റു പലതിനാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു ദൈവാസം ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്നാ, മക്കളുടെ സെറ്റിൽമെന്റ് ആണോ സുവിശേഷത്തിന്റെ ഉദ്ദേശം? ആണോ? തലമുറയുടെ സെറ്റിൽമെന്റ് ആണോ സുവിശേഷത്തിന്റെ ഉദ്ദേശം? മക്കളെല്ലാം സ്ഥാനങ്ങളിൽ എത്തിക്കുക, അതാണോ? നോ, നെവർ. അങ്ങനെയാണ് പിന്നെ സുവിശേഷത്തിന് ആവശ്യമില്ല. പക്ഷെ ഇന്ന് അനേകരെ പിശാച് ഡൈവേർട്ട് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇത്ര ശ്രേഷ്ഠമായ പദവികൾ ദൈവവചനത്തിൽ കൊടുക്കുമ്പോൾ ഇതിലൊന്നുപോലും ഗ്രഹിക്കാൻ ഇന്ന് പലർക്കും സാധിക്കുന്നില്ല, അല്ലേ? അത് പരാജയമല്ലേ? വലിയ പരാജയമാണത്. തുടർന്ന് വായിച്ച് നമുക്ക് അതിന്റെ 2-3 വാക്കോടെ വായിക്കുന്ന നിർത്താം. അതിന്റെ സ്തോത്രം അതിന്റെ 25, 9-25. ആമേൻ. വായിച്ചേ.
എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്നും ആ പ്രിയെ അല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. മനസ്സിലാക്കണം, ദൈവത്തിന്റെ ഇടപെടൽ ലോകത്തോട് ഇടപെടുന്ന എപ്പോഴും എങ്ങനെയാണെന്നറിയോ? ദൈവം ഒന്നിനെ തെരഞ്ഞെടുക്കും. ആ തെരഞ്ഞെടുത്തതിനെ ലോകത്തിൽ വെളിപ്പെട്ട് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തി മോശെ പോലെ മിസ്രൈമിന്റെ അടിമനുഖത്തിലായിരിക്കും ജനിക്കുന്നത്. മനസ്സിലാവുന്നു? പാപത്തിന്റെ അടിമനുഖത്തിൽ കിടക്കുകയാണ്. പുതിയ നിയമത്തിന്റെ വെളിച്ചം നമ്മൾ വരുമ്പോൾ പാപത്തിന്റെ അടിമനുഖത്തിൽ കിടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മളെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് നമ്മളെ അഴിച്ചു കൊണ്ടുവരുമ്പോൾ കർത്താവ് വെക്കുന്ന മുമ്പോട്ട് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം എന്നാ പറയുന്നത്, നമ്മെ പാപത്തിനെതിരായിട്ട് നിർത്തും. ഒരിക്കൽ പാപത്തിന്റെ ശക്തി നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുകയായിരുന്നു. നമ്മുടെ പ്രസംഗങ്ങൾ, ശുശ്രൂഷകൾ, ജീവിതം എല്ലാം തന്നെ ദൈവത്തിന് പ്രസാദകരമായി തീരും. ഇവർ നിന്റെ രാജ്യത്തിനെതിരായി തീരും. മനസ്സിലാവുന്നുണ്ടോ? വായിച്ചേ. എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്നും പ്രിയല്ലാത്തവരെ പ്രിയ എന്ന് ഞാൻ വിളിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും എന്ന് ഹോശേയ പുസ്തകത്തിലും അരുളിച്ചെയ്യുന്നുവല്ലോ. യെശയ്യാവോ ഇസ്രായേലിനെ കുറിച്ച് ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടും. എത്രാം വാക്യ? ഓക്കെ, രക്ഷിക്കപ്പെടൂ. 28 വായിക്കുക. കർത്താവ് ഭൂമിയിൽ തന്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കും എന്ന് വിളിച്ചു പറയുന്നു. സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് സന്തതിയെ ശേഷിപ്പിച്ചില്ലെങ്കിൽ നാം സോദോമെ പോലെ ആകുമായിരുന്നു, ഗോമോറയ്ക്ക് സദൃശമാകുമായിരുന്നു എന്ന് യെശയ്യാ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് മനസ്സിലായോ? ദൈവത്തിന്റെ കണ്ണിലെ എന്തിനാന്ന് ഇങ്ങനെ ചിലരെ തെരഞ്ഞെടുക്കുന്നത് നമ്മൾ ചോദിക്കും. ഇത് ദൈവത്തിന്റെ കരുണയാണ്. എന്താണെന്നറിയാവോ? ദൈവത്തിന്റെ കരുണ എന്ന് പറഞ്ഞാൽ ദൈവം ഒരുവനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പിൻ പ്രകാരം ആ ദേശത്തെ ദൈവം നശിപ്പിക്കാതെ വെച്ചേക്കുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ സോദോമും ഗോമോറയിൽ എന്ത് പറ്റിയെന്നറിയാവോ? അവിടെ ഒരുത്തനെയും തെരഞ്ഞെടുത്തിട്ടില്ലായിരുന്നു. മനസ്സിലാക്കണം, അവിടെ ഒരുത്തനെയും തെരഞ്ഞെടുത്തിട്ടില്ല. അവസാനം അവിടെ ഒരുത്തന്റെ വിഷയം, അവിടെ ഒരു വിഷയം പുകയുന്നുണ്ട്. അവന്റെ വിഷയം പ്രശ്നമായിരിക്കും നമ്മുടെ അബ്രഹാമിന്റെ അടുക്ക. അപ്പൊ അബ്രഹാമിന്റെ അടുക്കലേക്ക് ദൈവം തന്റെ ദൂതന്മാരെ അയച്ചിട്ട് ചോദിച്ചു, എങ്ങനെയാ അവിടെ ഒരുത്തൻ കിടപ്പില്ലേ? ഉണ്ട്. അവനെ രക്ഷിച്ചാൽ എങ്ങനെയാ നടക്കുവോ? എങ്ങനെയാന്നുള്ള അപ്പോൾ ലോത്തിന്റെ വിഷയത്തിൽ അബ്രഹാമിന്റെ അടുക്കലേക്ക് സ്വർഗത്തിലെ ദൈവം ഇറങ്ങിയുള്ളൂ. അങ്ങനെ ലോത്തിനെ അതിൽ നിന്ന് വിടുവിച്ചു എന്ന് പറഞ്ഞാൽ എന്തു മനസ്സിലായി? തെരഞ്ഞെടുക്കപ്പെട്ടവനെ ദൈവം പുറത്തു കൊണ്ടുവന്നിട്ട് മാത്രമാ ഈ ഭൂമി സോദോമും ഗോമോറയാകത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? തെരഞ്ഞെടുക്കപ്പെട്ടവനെ പുറത്തു കൊണ്ടുവന്നിട്ട് മാത്രമാ ഈ ഭൂമിയെ സോദോമും ഗോമോറയും ദൈവം ആക്കത്തുള്ളൂ. അതിനെ സ്വന്തം തെരഞ്ഞെടുക്കപ്പെട്ടവനെ അതിന്റെ നടുവിൽ ദൈവം വെക്കത്തില്ല. പക്ഷെ ഈ വാക്യത്തിന്റെ അർത്ഥം അതല്ല. ഈ വാക്യത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ദൈവം ആളുകളെ തെരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ഭൂമിയിൽ ഒരു മനുഷ്യനെയും തെരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ ഈ ഭൂമി 100 പണ്ടേ തീക്കരയായി തീരുമായിരുന്നു. അപ്പോൾ തീക്കരയായി തീരാതിരിക്കുന്നതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ഇന്നും നടക്കുന്നുണ്ട്. ദൈവത്തിന് വേണ്ടവരെ ദൈവം തെരഞ്ഞെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഭൂമി നശിക്കാതിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാകണം, ദൈവം എപ്പോഴാണ് ഈ ഭൂമിയുടെ മേൽ തെരഞ്ഞെടുപ്പ് അവസാനിപ്പിക്കുന്നത്? അന്ന് ഈ ഭൂമിയുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങി വരുവാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം മറ്റൊരു ഭാഗം കൂടെ വായിക്കണം. സ്തോത്രം. 11-ാം അധ്യായം അതിന്റെ 22 മുതൽ വായിച്ചേ. ദൈവത്തിന്റെ ദയയും കണ്ണിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ കണ്ണിതവും നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. അടുത്തത്, അവിശ്വാസത്തിൽ നിലനിൽക്കാതിരുന്നാൽ അവരെയും കൂടെ ഒട്ടിക്കും. അവരെ വീണ്ടും ഒട്ടിക്കുവാൻ ദൈവം
ഇത് ആരുടെ കാര്യമാണ് പറയുന്നത്? ജാതികൾ. അല്ല, യഹൂദന്മാർ പറഞ്ഞ ഒന്നും അറിയത്തില്ല. വായിച്ച ഭാവുരികാഞ്ചി 11 മുതൽ വായിച്ചേ. ഈ പുസ്തകം തുറക്കാറില്ല, അതുകൊണ്ടാ. വായിച്ചേ, 11 മുതൽ വായിച്ചേ. എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമല്ല. അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി. ആർക്ക് എരിവ് വരുത്തുവാൻ? ആർക്ക് എരിവ് വരുത്തുവാൻ? അടുത്തത് എരിവ് വരുത്തുവാൻ. എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി. ആരുടെ ലംഘനം? അടുത്ത് ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. ജാതികൾക്ക് രക്ഷ വന്നേ എന്നേ ഉള്ളൂ. അടുത്തത് എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും. മനസ്സിലാക്കണം, യഹൂദന്മാര് അവരുടെ അനുസരണക്കേട് ചെയ്തപ്പോൾ അവരുടെ അനുസരണക്കേട് നിമിത്തം ജാതികൾക്ക് എന്ത് വന്നു? ധനം വന്നു, സമ്പത്ത് വന്നു. ഏതാ? ഭൗതിക സമ്പത്തല്ല, ആത്മീക സമ്പത്ത് വന്നു, ആത്മീക നന്മകൾ വന്നു, വാഗ്ദത്തങ്ങൾ വന്നത് എപ്പോഴാണ്? അവർ കഠിനപ്പെട്ടപ്പോഴാണ് നമ്മളിലേക്ക് ദൈവം തിരിക്കുന്നത്. വായിച്ചേ. എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുത്തുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്രയധികം. അപ്പോൾ മനസ്സിലാക്കണം, അവര് പിതാക്കന്മാർ നിമിത്തം പ്രിയപ്പെട്ടവരാണ്. ആ പ്രിയപ്പെട്ടവരായിരിക്കുന്നവരുടെ അനുസരണക്കേട് നിമിത്തം ജാതികൾക്ക് രക്ഷ വന്നു, ജാതികൾക്ക് സമ്പത്ത് വന്നു, ജാതികൾക്ക് ഉയർപ്പ് വന്നു, ജാതികളിലേക്ക് ദൈവം തിരിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവരുടെ അനുസരണക്കേട് ഇത്രയും സംഭവിച്ചെങ്കിൽ അവർ യഥാസ്ഥാനപ്പെട്ടാൽ എത്ര അധികമായിരിക്കുമെന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്. വായിച്ചേ. എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ജാതികളുടെ അപ്പോസ്തലനായിരിക്കുകയാൽ ഞാൻ എന്റെ സ്വജാതിക്കാർക്ക് വല്ലവിധേനയും സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ എന്റെ ശുശ്രൂഷ പുകഴ്ത്തുന്നു. അടുത്തത് അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ. കണ്ടോ, അവരുടെ ഭ്രംശം ലോകത്തിന് ഹേതുവായി, ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? അടുത്തത് ആദ്യഭാഗം വിശുദ്ധമെങ്കിൽ. ഇവിടുത്തെ ആദ്യ ഭാഗം യഹൂദന്മാരാണ്. പിണ്ഡം മുഴുവനും പിണ്ഡം മുഴുവനും അങ്ങനെ തന്നെ. വേര് വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ. കണ്ടോ, വേര് വിശുദ്ധമാണെങ്കിൽ, വേര് യഹൂദന്മാരിൽ നിന്നാണെങ്കിൽ കൊമ്പുകളും വിശുദ്ധമായിരിക്കും. കാര്യം ഇതെല്ലാം അതിനെ നട്ടതും എല്ലാം കർത്താവാണ്. മനസ്സിലാക്കണം. അടുത്തത് കൊമ്പുകളിൽ ചിലത് ഒടിച്ച്, കൊമ്പുകളിൽ ചിലതിനെ ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒരു മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നു എങ്കിൽ നീ വേരിനെ അല്ല, വേര് നിന്നെ അത്ര ചുമത്തുന്നു എന്ന് ഓർക്കുക. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ഇത് പറയുന്നത് ആരാ? യഹൂദന്മാരായ ജാതികളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും യഹൂദന്മാരെ കുറിച്ച് പറയുന്നത് എന്താ പറയുക? കണ്ടോ, അവരെ അനുസരണക്കേട് കാണിച്ചതുകൊണ്ടല്ലേ സഹോദരം അവരെ വെട്ടി കളയുകയും എന്നെ അവിടെ ഒട്ടിക്കുകയും ചെയ്തത്. ഇങ്ങനെയാണ് നമ്മളുടെ എല്ലാ ശുശ്രൂഷ, നമ്മുടെ എല്ലാ സാക്ഷ്യം ഇങ്ങനെയാണ്. പക്ഷെ പൗലോസ് ഇത് മുന്നമേ കണ്ടു. മനസ്സിലാക്കണം. കാരണം അവരെ കളഞ്ഞിട്ട് ആ സ്ഥാനത്താണ് എന്നെ കൊണ്ടുവന്നു എന്ന് പറയുമ്പോഴും എന്നെ ആ സ്ഥാനത്ത് എത്തുമ്പോൾ എന്നെ ഏതിനോടാണ് ചേർത്തൊട്ടിച്ചിരിക്കുന്നത്? അവന്റെ സ്വാഭാവിക കൊമ്പ് അവിടെ കിടപ്പുണ്ട്. എന്നിലും ഫലം കോരി, എന്നിലും വിശ്വാസമുള്ള കൊമ്പ് അവിടെ കിടപ്പുണ്ട്. എന്നിലും വീരപ്രവർത്തികൾ കണ്ട കൊമ്പ് അവിടെ കിടപ്പുണ്ട്. തലമുറയായിട്ട് ദൈവ സങ്കേതമായിരിക്കുന്ന ഒരു ജാതി അവിടെ കിടപ്പുണ്ട്. അവരെ ഈ അഭിഷേകത്തിലേക്ക് ചേർത്തൊട്ടിച്ചാൽ ഉണ്ടാകുന്ന വ്യത്യാസം വളരെ വലുതായിരിക്കും. വായിച്ചേ. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. അപ്പൊ രണ്ട് കാര്യത്തിൽ അവിശ്വാസം വന്നപ്പോൾ ദൈവം അവരെ വിട്ടു.
നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത് നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. വിശ്വാസമുള്ള നമുക്കുള്ള അടുത്ത വാണിംഗ് പൗലോസിന്, നീ ഞെളിയരുത്, നിഗളം വരരുത്. എന്തുകൊണ്ടാ? മനുഷ്യന്റെ മുമ്പിലുള്ള നികളമല്ല, ദൈവത്തിന്റെ മുമ്പിലുള്ള നികളമാണ്. ഇത് ദൈവസന്നിധിയിലുള്ള നികളമാണ്. മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യന്റെ നാക്കൊണ്ട് എന്നാ പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവസന്നിധിയിൽ നികളമുണ്ട്, ദൈവമേ കാണുന്നുള്ളൂ. ആ നികളം വരുമ്പോഴേ ദൈവം അവനെടുത്ത് മാറ്റും. വായിച്ചേ. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിന്റെ ദയയും കണ്ണിതവും കാണുക. ഏത് വാക്യം വായിക്കുന്നേ? 22. വായിക്കേ. വീണവരിൽ ദൈവത്തിന്റെ കണ്ണിതവും നിന്നിലോ നീ ദയ നിലനിന്നാൽ ദൈവം തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. അപ്പോൾ മനസ്സിലാക്കണം, പൗലോസ് പറയുന്നൊരു കാര്യം, ഈ കൃപയിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ നിഗളം വന്നു കഴിഞ്ഞാൽ അവിശ്വാസത്തിലേക്ക് വരും. അവിശ്വാസവും നിഗളവും വന്നാൽ നമ്മുടെ മുഖം നോക്കാതെ മാറ്റിക്കളയുന്ന ദൈവം തന്നെയാണ് ഇസ്രായേലിനെ ഇപ്പൊ മാറ്റിക്കളഞ്ഞേക്കുന്നതെന്ന് പൗലോസ് അടിവരയിട്ട് പറയുകയാണ്. അനുസരണക്കേട് കാണിക്കുന്നവന്റെ മുഖം ദൈവം നോക്കുന്നില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ്. നമ്മളുമായിട്ട് മറ്റൊരു വിഷയമില്ല. നമ്മൾ ദൈവസന്നിധിയിൽ നേരല്ലാത്ത വിധത്തിലാണ് പോകുന്നതെങ്കിൽ നമ്മെ മാറ്റിക്കളയാൻ ദൈവം ഒട്ടും മടിക്കുന്നില്ല. മനസ്സിലാക്കണം. ഇത് ദൈവസഭയോടാ പറയുന്നില്ലേ? അടുത്ത് വായിച്ചേ. കണ്ടോ, കാട്ടുമരമായിരുന്നു നമ്മൾ ഓരോരുത്തരും. സ്വഭാവത്തിൽ ജാതികളായിരുന്നു. ജാതീയ സ്വഭാവങ്ങളും ജാതിക ചിന്തകളിലും പാപത്തിൽ രമിച്ചു കിടക്കുന്ന എല്ലാ അനുഭവത്തിൽ നിന്നാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പാപത്തിൽ നിന്ന് വിടിവെച്ചെടുത്ത് ക്രിസ്തുവിനോട് നമ്മളെ ചേർത്ത് ഒട്ടിച്ചിരിക്കുന്നത്. നമ്മൾ കാട്ടൊലിവാ. വായിച്ചോ. മുറിച്ചെടുത്ത് കണ്ടോ, നമ്മൾ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ നടക്കുന്ന വ്യത്യാസം എന്നാ? നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് കീഴ്മേൽ മറിക്കുന്ന ഒരു വിശ്വാസവും അറിവും സ്വന്തം അനുഭവമല്ല നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളുടെ സ്വഭാവത്തിന് നേരെ വിപരീതമായ ദിശയിലാണ് യഥാർത്ഥത്തിൽ ദൈവകൃപ നിലനിൽക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾക്ക് മാറണം, നമ്മൾ മനം തിരിഞ്ഞ് വരണം എന്നൊക്കെ പറയുമ്പോൾ മുഖം ചൊളിക്കുന്നതുകൊണ്ട് മനസ്സിലാക്കാം, മുമ്പിൽ കെടാത്ത തീയേ കിടപ്പുള്ളൂ. മനം തിരിയണമെങ്കിൽ ഈ ആയുസിൽ മനം തിരിക്കണം. വായിച്ചേ. എങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവ് മരത്തിൽ എത്ര അധികമായി. ഇത് പൗലോസ് വ്യക്തമാക്കുകയാണ്. യഹൂദന്മാരെ ഇന്ന് അവർക്ക് കാഠിന്യം ഭവിച്ചിരിക്കുകയാണ്. അവരുടെ അഭക്തി മാറി അവർ കൃപയിലേക്ക് വന്നാൽ അവരിൽ നിന്ന് പുറപ്പെടുന്ന അനുഭവം എത്ര വലിയതായിരിക്കും. ഇത് പൗലോസ് അടിവരയിട്ട് ജാതികളോട് പറയുക. അതുകൊണ്ട് ലഭിച്ച അവസരത്തിൽ മാനസാന്തരപ്പെട്ട് നിൽക്കണം. അല്ലാതെ പഴയ കൊരിന്ത്യന്റെ സ്വഭാവവും പഴയ ആഫ്രോഡൈറ്റിന്റെ സ്വഭാവം വെച്ചുകൊണ്ട് ഇപ്പോഴും ജീവിക്കരുത്. ഹല്ലേലൂയ. നമ്മളത് വിട്ടു മാനസാന്തരപ്പെടണമെന്ന് പറയുമ്പോൾ നമ്മൾ മനം തിരിയാതെ ഇരിക്കുന്നവർ ഈ വചനം കൂടെ കേട്ടിട്ട് വേണം ഇരിക്കാൻ. ഇത് ദൈവം ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇതിന്റെ അകത്തേക്ക് ആർക്കും കയറാൻ കഴിയത്തില്ല. ഇന്നത് തുറന്നിട്ടിരിക്കുകയാണ്. ആർക്കും രക്ഷ പ്രാപിച്ച് ദൈവകൃപയിലേക്ക് വരാൻ കർത്താവ് കൃപയുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. നമ്മുടെ മുഖം നോക്കിയാണോ കർത്താവ് തുറന്നിട്ടിരിക്കുന്നത്? ആണോ? നമ്മുടെ ഗുണം കണ്ടിട്ടാണോ തുറന്നിട്ടിരിക്കുന്നത്? അല്ല, ഇത് കൃപയാലാണ്. എന്നാൽ ഇത് അടയും. എന്നിട്ട് ഈ കൃപയുടെ വാതിൽ അടഞ്ഞു കഴിയുമ്പോൾ ഈ വാതില് ആർക്ക് വേണ്ടിയാണോ ഇതുവരെ അടഞ്ഞു കിടന്നത് അവർക്ക് വേണ്ടി തുറക്കും. ആമേൻ. വായിച്ചേ, വേഗം വായിച്ചു തീർക്കാം. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കുവാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ. അപ്പൊ ഈ പൂർണ്ണസംഖ്യ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാ. അവരെത്ര പേരുണ്ടെന്ന് ദൈവത്തിനെ അറിയത്തുള്ളൂ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ. എത്ര പേരാണ് രക്ഷ പ്രാപിക്കേണ്ടതെന്നുള്ളത് ദൈവത്തിന്റെ തിരുഹൃദയത്തിലേ ഉള്ളൂ. നമുക്കാർക്കും അറിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് മനസ്സിലാക്കണം, അത് അവർ ആ രക്ഷ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ ഭൂമിയിൽ പിന്നീടൊരു സെലക്ഷൻ നടക്കുന്നില്ല, ഒരു എലക്ഷൻ നടക്കുന്നില്ല. ശ്രദ്ധിക്കണം. ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ അകത്ത് വന്നോന്ന് ഉറപ്പിച്ചോണം കേട്ടോ. ചർച്ചിൽ വന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ അകത്ത് വരത്തില്ല. ഹല്ലേലൂയ. കഞ്ഞിയും കറിയും വെച്ചെന്നും പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിന്റെ അകത്ത് വരത്തില്ല. ബൈബിൾ കോളേജിൽ പോയി വെച്ച് തെരഞ്ഞെടുപ്പിൽ വരത്തില്ല. വ്യക്തിപരമായിട്ട് നിങ്ങൾ ഉറപ്പ് വരുത്തിക്കോണം ആ തെരഞ്ഞെടുപ്പിന് പ്രകാരമാണോ വരുന്നതെന്ന്.
തെരഞ്ഞെടുപ്പിന്റെ അകത്ത് വന്നോന്നുള്ളത്. അഭിഷേകം ഇല്ലേ, ഒരു പണിയും നടക്കത്തില്ല. കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചതാണ്, കൃപാവരങ്ങൾ ചോദിക്കണം. നമുക്ക് നമ്മുടെ മനസാക്ഷിക്ക് ബോധ്യം വരണം. എങ്ങനെ? ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ലല്ല, നമുക്ക് വ്യക്തമായിട്ട് ഉറപ്പ് വരണം, എന്നെ ദൈവം തെരഞ്ഞെടുത്തു എന്ന് ഞാൻ അനുഭവിക്കുന്നു. ഈ അനുഭവം ഉണ്ടോ? എത്ര പേർക്കുണ്ട്? ഇത് വായിച്ചേ. പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. കണ്ടോ, ഇവിടെ ശ്രദ്ധിക്കണം, ആ വാക്യം എത്ര അർത്ഥവത്തുള്ളൊരു കാര്യമാണ്. അത് വായിക്കുന്ന എങ്ങനെയാണ്? സ്തോത്രം. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേൽ അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. അടുത്തടുത്ത് ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും കണ്ടോ. അവർക്ക് രക്ഷ പറയാൻ കാര്യമില്ല, അവർ കാണുമ്പോഴേ വിശ്വസിക്കുക. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ വചനം എത്ര നാൾ കേട്ടു, എത്ര പ്രസംഗം കേട്ടു, എത്രയോ നാളുകൾ ഇത് പ്രാർത്ഥിച്ചു. അങ്ങനെ നമ്മൾ ഇതിനെ അടിത്തറയിട്ട് പാകി ബലപ്പെടുത്തി പണിത് വരുന്ന. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംഭവം വേണ്ട. അവരുടെ കണ്ണുകൊണ്ട് ഇനി അവർ കാണുമ്പോഴേ പ്രിയപുത്രൻ വിശ്വസിക്കുകയാണ്. എന്നാൽ അവർക്ക് ഇന്നത് വിശ്വസിക്കാൻ കഴിയാതെ വണ്ണം അവർക്ക് കാഠിന്യം ഭവിച്ചിരിക്കുകയാണ്. കാര്യം ജാതികളിൽ ഒരു പൂർണ്ണസംഖ്യയുണ്ട്, ജാതികൾ രക്ഷിക്കപ്പെടുന്ന ഒരു സംഖ്യയുണ്ട്. അത് നമുക്ക് ആർക്കും അറിയത്തില്ല. പക്ഷെ ഞാൻ ഉറപ്പിക്കേണ്ടത്, ആ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞാനുണ്ടെന്ന് വിൻസെന്റ് ഉണ്ടെന്ന് വിൻസെന്റ് ഉറപ്പിക്കണം. മറ്റാരുടെയും രക്ഷ വിൻസെന്റിന്റെ വിഷയമല്ല, വിൻസെന്റിന്റെ രക്ഷ മറ്റാരുടെയും വിഷയമല്ല. മനസ്സിലാക്കണം. അതുകൊണ്ട് രക്ഷ വ്യക്തിപരമാണ്. ഈ വിഷയം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇസ്രായേൽ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ വായിക്കുന്നത് ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. അടുത്തത് വിടുവിക്കുന്നവൻ. നമ്മൾ വായിച്ച 19 അധ്യായം ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് എവിടുന്നാ വരുന്നത്? സിയോണിൽ നിന്നാണ് ദൈവപുത്രൻ വരുന്നത്. അവിടെ നിന്ന് സിയോണിൽ നിന്ന് വരൂ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ആ അനേക വിശുദ്ധന്മാരുമായിട്ട് ദൈവപുത്രൻ, സ്തോത്രം, ഇസ്രായേലിനെ ചേർക്കുവാൻ വീണ്ടും വരുന്നു എന്ന് വീണ്ടും ഇവിടെ പറയുകയാണ്. അവിടെ വായിക്കുന്നത് എങ്ങനെയാ? വിടുവിക്കുന്നവൻ സിയോണിൽ നിന്ന് വരും, അവൻ യാക്കോബിന്റെ അഭക്തിയെ എങ്ങനെയാ മാറ്റുന്നേ? നമുക്ക് മാറിയതുമല്ല. അവരവിടെ ദൈവപുത്രനെ കണ്ടാൽ മഷിക വെളിപ്പെടുന്ന ആ കാഴ്ച കാണുമ്പോഴേ അവർ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കും. പക്ഷെ അടുത്ത് വരുമ്പോഴത്തേനുമാണ് അവർ തള്ളിക്കളഞ്ഞ ക്രിസ്തു ജാതികൾക്ക് രക്ഷയായി തീർന്നു. ഇവൻ ദൈവപുത്രനാകുന്ന യേശുവാണ്, ക്രിസ്തുവാണ്, ഇവനെയാണ് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ തള്ളിക്കളഞ്ഞത് കാണുമ്പോഴാണ് അവിടെ മാനസാന്തരവും നിലവിളിയും. അപ്പോഴവർ കുത്തിയെങ്കിലേക്ക് നോക്കുന്നു എന്ന് പറയുന്നതാണ്. മനസ്സിലാകുന്നുണ്ട്? ആ വാക്യം വായിച്ചേ. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ അവരോട് ചെയ്യുന്ന നിയമം എഴുതിയിരിക്കുന്നുവല്ലോ. ഈ വചനം ശ്രദ്ധിക്കണം. നാം എങ്ങനെയാ രക്ഷിക്കപ്പെട്ട? സുവിശേഷത്താലാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആരുമല്ല. എൻ്റെ അപ്പച്ചൻ പ്രാർത്ഥിച്ചതുകൊണ്ടാ, എൻ്റെ അമ്മച്ചി സ്ഥിരമായിട്ട് ഉപവാസം മുട്ട നിന്നുകൊണ്ടാ, ഇതുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോകത്തില്ല. പിന്നെ എങ്ങനെയാ? സുവിശേഷപ്രകാരം ജനിച്ചു, അല്ലേ? സുവിശേഷപ്രകാരം നാം വീണ്ടും ജനിച്ചിരിച്ചു. ദൈവപുത്രനാകുന്ന ക്രിസ്തു എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയിൽ തകർക്കപ്പെട്ടു. അവൻ ദൈവപുത്രനെ ഞാൻ വിശ്വസിച്ച് വെള്ളത്തിൽ സ്നാനപ്പെട്ട അവന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചു. എൻ്റെ ശരീരത്തിന് വീണ്ടെടുപ്പ് നടന്നില്ല, എൻ്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് നടന്നു. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് വരെ ഞാൻ കാത്തിരിക്കണം. യേശു ക്രിസ്തുവിന്റെ വരവ് വരെ ഞാൻ കാത്തിരിക്കണം, അല്ലെ എൻ്റെ മരണം വരെ കാത്തിരിക്കണം. അപ്പോൾ അതുവരെയും എൻ്റെ ഓട്ടം തികച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് സ്തോത്രം ആളുകളെ കർത്താവിനോടുകൂടെ നിത്യ യുഗം നമുക്ക് വാഴുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ വാക്യം ശ്രദ്ധിക്കണം. നമ്മൾ അവിടെ വാക്യം പറയുന്നത് എന്താണ്? സുവിശേഷത്തെ സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം കണ്ടോ? സുവിശേഷം സംബന്ധിച്ച് അവർ, യഹൂദന്മാർ, ജാതികൾ സംബന്ധിച്ച് ശത്രുക്കൾ. നമ്മുടെ കണ്ണിൽ സുവിശേഷം സംബന്ധിച്ച് അവർ ശത്രുക്കളല്ലേ? കാര്യം അവർ സുവിശേഷം ദൈവത്തിനെ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ പൗലോസ് പറയുന്ന അടുത്ത പദം ശ്രദ്ധിക്കണം, വായിച്ചേ. കണ്ടോ? തിരഞ്ഞെടുക്കപ്പെട്ടവർ ആരായിരുന്നു? അബ്രഹാമും ഇസഹാക്കും യാക്കോബും, സ്തോത്രം, ഈ പറയുന്ന സ്തോത്രം പഴയ നിയമ വിശുദ്ധന്മാരെല്ലാവരും അവര് തെരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു, അല്ലേ? എന്നാൽ യഥാർത്ഥ തെരഞ്ഞെടുപ്പ് എന്തായിരുന്നു? അത് ആത്മാവിൽ വീണ്ടും ജനിക്കുന്നതാണ്. ആമേൻ. ആ തെരഞ്ഞെടുപ്പിന് പ്രകാരം ദൈവത്തിന്റെ നിർണയപ്രകാരമാണ്. അപ്പൊ വാഗ്ദത്തം ആരായിരുന്നു? പിതാക്കന്മാർ നിമിത്തം പിതാക്കന്മാരെ തെരഞ്ഞെടുത്തു, പിതാക്കന്മാർ നിമിത്തം രക്ഷിക്കപ്പെടുന്നു. നമ്മൾ എങ്ങനെയാണ്? നമ്മൾ വാഗ്ദത്ത പ്രകാരം ജനിച്ചത്. എങ്ങനെയാ ചെയ്തത്? നമ്മൾ ക്രിസ്തുയേശുവിനോട് ചേർന്ന് സ്നാനപ്പെട്ടപ്പോൾ നമ്മുടെ പഴയ മനുഷ്യനെ അടക്കി നാം വീണ്ടും ജനിച്ചു. നമ്മളെ പുതിയ സൃഷ്ടിയെ നമ്മൾ എഴുന്നേൽക്കുന്ന നമ്മൾ ഓരോരുത്തരും വാഗ്ദത്ത പ്രകാരം ജനിക്കപ്പെട്ടവരാണ്. വായിച്ച അടുത്ത വാക്യം.
തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം ആ, പ്രിയന്മാർ. പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ. അപ്പോൾ ശ്രദ്ധിക്കണം, ദൈവത്തിന് ദൈവപുത്രന്റെ സുവിശേഷം നിമിത്തം ദൈവത്തിന് നമ്മൾ പ്രിയന്മാരാണ്. ജാതികൾ നമ്മൾ ഓരോരുത്തരും ദൈവത്തിനാകുന്ന യേശുക്രിസ്തു നിമിത്തം നമ്മൾ പിതാവിന് പ്രിയന്മാരാണ്. എന്നാൽ യഹൂദന്മാർക്ക് എങ്ങനെയാണ്? യഹൂദന്മാർക്ക് അവരുടെ പിതാക്കന്മാർ നിമിത്തം ഇന്ന് ജീവിക്കുന്ന എല്ലാ യഹൂദന്മാർക്ക് പിതാവായ ദൈവം അവർക്ക് പ്രിയന്മാരുമാണ്. ഇങ്ങനെ രണ്ട് സെക്റ്റാണ് ഇവ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ യഹൂദന്മാരുടെ ആ ഒരു പ്രോസസ് ഇപ്പൊ നടക്കുന്നില്ല, അതിന്ന് ഫ്രീസ് ആയിരിക്കുകയാണ്. കാര്യം ഇവിടെ ജാതികളുടെ രക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നടന്നു ജാതികളുടെ ഒരു പൂർണ്ണസംഖ്യ ചേർന്ന് കഴിയുമ്പോൾ സഹോദരൻ, കർത്താവ് ഈ പദ്ധതി നിർത്തിയിട്ട് ഇവിടെ ഇരിക്കുന്ന റിസൾട്ട് എടുത്ത് സ്വർഗത്തിലേക്ക് പോകും. എന്നിട്ട് ബാക്കി ഇരിക്കുന്നവരെ തള്ളിക്കളഞ്ഞിട്ട് പിന്നെ യഹൂദന്മാരുടെ വീണ്ടെടുപ്പിന് വേണ്ടി നിൽക്കും. അതാണ് 7 വർഷം നടക്കുന്നത്. ആമേൻ. വായിച്ചാട്ടെ, വേഗം വായിച്ചു തീർത്ത്. അനുഭവിക്കുന്നില്ലല്ലോ. അടുത്തത്, നിങ്ങൾ മുമ്പേ ദൈവത്തെ ഇവിടെ നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേട്. അപ്പോൾ യഹൂദന്മാർ ദൈവപുത്രനെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം ഇങ്ങ് ഇറങ്ങി വന്നു. ജാതികളാകുന്ന നമ്മളെ രക്ഷിക്കുവാൻ ഇടയായി തീർന്നു. അപ്പൊ നമ്മളെ രക്ഷിക്കാൻ കാരണമായി തീർന്നത് യഹൂദന്മാരുടെ അനുസരണക്കേടിനാലാണ് നമ്മൾ ദൈവത്തെ അനുസരിക്കാൻ ഇടയായി തീർന്നത്, അല്ലേ? അങ്ങനെയാണ് വായിക്കുന്നത്. നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട്. അപ്പൊ നമ്മൾ മുമ്പേ എങ്ങനെയായിരുന്നു? നമ്മൾ അനുസരണം കെട്ടവരായിരുന്നു. സുവിശേഷം കേട്ട് വിശ്വസിക്കുന്നതിന് നമ്മൾ അനുസരണം കെട്ടവരായിരുന്നു. അപ്പോൾ ദൈവം നമ്മെ വീണ്ടെടുക്കേണ്ടതിന് ഇറങ്ങി വന്നപ്പോൾ നമ്മൾ അനുസരണക്കേടുള്ള ജീവിതത്തിൽ നിന്ന് മാറി നമ്മൾ യേശുക്രിസ്തു വിശ്വസിച്ചപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ അനുസരണമുള്ള മക്കളായി തീർന്നു, അല്ലേ? അടുത്തത് അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ കരുണ ലഭിച്ചതുപോലെ. അപ്പോൾ നമുക്ക് ഒരു കാലത്ത് അനുസരണം കെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അനുസരിച്ച് ഇന്ന് അനുസരിക്കുന്ന കാലഘട്ടമാണ്. മനസ്സിലാവുന്നു? ഇന്ന് നമ്മൾ അനുസരണത്തിന്റെ മക്കളാ. എന്നാൽ നമ്മൾ അനുസരണക്കേടിന്റെ കാലഘട്ടം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പാപത്തിൽ കിടന്നുള്ള അനുസരണം കെട്ട മക്കളായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ അനുസരിക്കുന്ന മക്കളായി തീർന്നു. ദൈവത്തെ അനുസരിക്കുന്ന മക്കളായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് പറയുന്നത്, ലഭിച്ചതുപോലെ നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. കണ്ടോ, ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ മുഖം ചൊളിഞ്ഞിപ്പോ കേൾക്കത്തില്ല. അവരെ ഇപ്പം അശികാരം നോക്കേണ്ടിരിക്കുക. അവർക്ക് പുത്രനാകുന്ന യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് അവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അവരനുസരിക്കാതിരിക്കുകയാണ്. അപ്പോൾ പൗലോസ് പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കൽ അനുസരിക്കാതിരുന്നിട്ട് ഇപ്പോൾ നിങ്ങൾ അനുസരിച്ചപ്പോൾ അവരുടെ അനുസരണക്കേടിനാൽ നിങ്ങൾക്ക് കൃപ ലഭിച്ചതുപോലെ ഇന്ന് അവർ അനുസരണക്കേടിലിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അനുസരിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ അനുസരണം പൂർത്തീകരിച്ച് ദൈവരാജ്യത്ത് പ്രവേശിക്കുമ്പോൾ നമ്മളുടെ അനുസരണത്താൽ സ്തോത്രം നമ്മൾ രക്ഷിക്കപ്പെട്ടു. അവർ അനുസരിക്കാതിരിക്കുന്നു. നമ്മളോട് കരുണ ചെയ്ത ദൈവം ഇനി അവരോട് കരുണ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. നമ്മളോട് കരുണ ചെയ്തപ്പോൾ മനസ്സിലാക്കണം, നമ്മളിൽ ചിലരൊക്കെ വലിഞ്ഞു കയറി സ്വർഗത്തിലേക്ക് എത്തുക. പക്ഷേ യഹൂദന്മാരുടെ കേസ് അങ്ങനെയല്ല. അവരെ ഇപ്പൊ ഒന്നും കഴിഞ്ഞൊടിച്ചാൽ എല്ലാം രക്ഷിക്കപ്പെടും. ആ സ്റ്റേജിലാണ് നിൽക്കുന്നത്. പക്ഷെ അവർക്ക് ക്രിസ്തുവിനെ വെളിപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. ഈ മർമ്മം നമ്മൾ മനസ്സിലാക്കണം. അടുത്തത് സ്തോത്രം, അനുസരിക്കാതിരിക്കുന്നു. ദൈവം എല്ലാവരോടും ഈ വധശ്രദ്ധ. അപ്പൊ ശ്രദ്ധിക്കണം, സ്വർഗത്തിൽ പോകുന്ന എല്ലാ മനുഷ്യരുടെ ഒരു കാലഘട്ടം അനുസരണക്കേടിൽ ഇരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് മറ്റൊരു കാലഘട്ടം അനുസരിച്ചിരുന്നിട്ടുണ്ട്. ഇത് ജാതികളിൽ നിന്നാണെങ്കിലും ശരി, യഹൂദന്മാരിൽ നിന്നാണെങ്കിലും ശരി, ഇവർ രണ്ടു കൂട്ടരും ഒരു കാലഘട്ടം അനുസരണക്കേടിലും ഇരുന്നിട്ടുണ്ട്, മറ്റൊരു കാലഘട്ടം അനുസരണത്തിലും ഇരുന്നിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നല്ലവന്മാരാരും സ്വർഗത്തിൽ പോകത്തില്ല. പാപികളെ രക്ഷിക്കാനാ ദൈവം സ്വർഗമുഖത്തും വിട്ട് ലോകത്തിലേക്ക് വന്നു. വായിച്ച അടുത്ത്, ദൈവം എല്ലാവരോട് കരുണ ചെയ്യേണ്ടതിന് എന്ന് പറഞ്ഞ എന്നാ, നമ്മുടെ പഴയ മനുഷ്യന്റെ കാലഘട്ടം അനുസരണക്കേടിന്റെ കാലഘട്ടമാ. അപ്പോൾ നമ്മൾ ഇന്ന് അനുസരിച്ചു സ്വർഗത്തിലേക്ക് പോകുന്നു. യഹൂദന്മാർ ഇതുവരെ അനുസരണക്കേടിലിരിക്കുകയാണ്. 2000 വർഷമായിട്ട് അനുസരണക്കേടിലിരിക്കുകയാണ്. അവസാനം അവരോട് കരുണ ചെയ്ത് അവര് സ്വർഗത്തിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മളെയും യഹൂദന്മാരെയും എല്ലാം ഒരുമിച്ച് സ്വർഗത്തിലെ പിതാവ് അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. അനുസരണക്കേടിൽ നിന്ന് അനുസരണക്കേടാവുന്ന ഒരു വലിയ പെട്ടിക്കകത്തുനിന്ന് രക്ഷിക്കപ്പെടേണ്ടവർ അനുസരണം പ്രാപിച്ച് പുറത്തു വരുന്നത് പോലെ പരിപാടിയാണ് സ്വർഗത്തിലെ ദൈവം ചെയ്തത്. ആമേൻ. വായിച്ചേ. ദൈവത്തിന്റെ ധനം
കണ്ടോ, ദൈവത്തിന്റെ ധനം, ജ്ഞാനം. കണ്ടോ, ഇത് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മൾ ജനിച്ചപ്പോ പാപത്തിൽ ജനിച്ച് ജീവിച്ച നമ്മളൊരുത്ത് ദൈവപുത്രനുണ്ടെന്നോ സ്വർഗത്തിൽ ദൈവം ഉണ്ടെന്നോ നമുക്ക് അറിയത്തില്ല. അങ്ങനെ നമുക്ക് അനുഭവം വന്ന് പരിശുദ്ധാത്മാവ് വന്നപ്പോഴാ. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുന്നത് വരെ നമുക്ക് ഈ മാർഗത്തെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങിയത്, വചനം അനുസരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ അനുസരണം പ്രാപിച്ച വിൻസെന്റ് ഒരു കാലഘട്ടം അനുസരണക്കേടിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കർത്താവിനെ അനുസരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവം കൊണ്ടുവന്നു. അങ്ങനെ എല്ലാവരെയും രക്ഷിക്കേണ്ടതിന് എല്ലാവരെയും ഒരുമിച്ച് അനുസരണക്കേടിന്റെ അകത്തേക്ക് ദൈവം ഇരുത്തി അതിനുശേഷമാണ് ദൈവം അവരെ എഴുന്നേൽപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം വരുമ്പോൾ എല്ലാ മനുഷ്യരിലും പാപത്തിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നു, അനുസരണക്കേടിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭൂമിയിൽ തന്നെ അനുസരണത്തിന്റെ കാലഘട്ടമുണ്ട്, വിശുദ്ധിയുടെ കാലഘട്ടമുണ്ട്, നീതിയുടെ കാലഘട്ടമുണ്ട്. ഇത് അനുഭവിക്കുന്ന ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോഴാണ് ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ ധനം. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ജ്ഞാനം. കണ്ട, ഈ 3 കാര്യം ശ്രദ്ധിച്ച് എത്ര ശ്രേഷ്ഠമാണ്. ഞാൻ പാപത്തിൽ ജനിച്ച് ജീവിച്ച കാലഘട്ടത്തിൽ ഈ രക്ഷയുണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. ക്രിസ്തു എന്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോഴാണ് ദൈവം എന്നിൽ വസിക്കുന്നു, എന്നോട് സംസാരിക്കുന്നു, ദൈവം ഉണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ പഴയ മനുഷ്യരെ നിന്ന് ഉരിഞ്ഞു കളഞ്ഞ് ഞാൻ ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോഴത്തേനും മനസ്സിലാക്കണം, ഒരു ജഡവും പ്രശംസിക്കാൻ ദൈവം ഇടയാക്കത്തില്ല. കാര്യം അനുസരണക്കേടിന്റെ ഒരു കാലഘട്ടം എല്ലാവർക്കും ഉണ്ട്. ഹല്ലേലൂയ. അബ്രഹാമിനെ നോക്കിക്കേ, അനുസരണക്കേടിന്റെ ഒരു കാലഘട്ടം ഇല്ലായിരുന്നോ? ഇസഹാക്കിനെ നോക്കിക്കേ, യാക്കോബിനെ നോക്കിക്കേ, ഓരോരുത്തരും ഇല്ലായിരുന്നോ? അനുസരണക്കേടിന്റെ ഒരു കാലഘട്ടം ഇല്ലായിരുന്നോ? അപ്പോൾ ഇത് എല്ലാവർക്കും ഉണ്ട് ഈ അനുസരണക്കേടിന്റെ കാലഘട്ടം. അപ്പോൾ ദൈവത്തിന്റെ ജ്ഞാനം, ധനം, ജ്ഞാനം, അറിവ്, എത്ര അഗോചരവുമാകുന്നു. അടുത്തത് കണ്ടോ, മനസ്സിലാക്കണം. ഇതുകൊണ്ടാണ് അവിടെ വായിക്കുന്നത് കർത്താവിന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് ആരും ലോകത്തിൽ നിന്നില്ലെന്ന്. മനസ്സിലാവുന്ന ഈ പണി നടക്കത്തില്ല. കാര്യം ആര് എന്നാലും നിനക്ക് അനുസരണക്കേടിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ദൈവം കാണുന്നത്. വിൻസെന്റ് മിടുക്കനായിരുന്നു. അങ്ങോട്ട് നിനക്ക് അനുസരണക്കേടിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതെ വിൻസെന്റെ, നിനക്ക് അനുസരണത്തിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഞാൻ അറിയുന്നു. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ആരും അങ്ങ് ചെന്ന് വെറുതെ മിടുക്കനാകാൻ പോകാൻ പറ്റാത്തൊരു സ്ഥലം സ്വർഗരാജ്യമാണ്. വായിച്ചേ. അവന് മന്ത്രിയായിരുന്നവനാ. അങ്ങനെ ഒരുത്തനുമില്ല. മനസ്സിലാക്കണം, നമ്മുടെ എല്ലാം പ്രസംഗങ്ങൾ ഈ സത്യങ്ങളിലേക്ക് എത്തിക്കണം, യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തിക്കണം. ക്രിസ്തുവിനെ ആശ്രയിക്കുന്ന നിലവാരത്തിലേക്ക് നമ്മുടെ പ്രസംഗങ്ങൾ എത്തണം, നമ്മുടെ പ്രാർത്ഥന എത്തണം. അല്ലാതെ കണ്ട മാട്ട വഴി കയറി പോകുന്ന പ്രാർത്ഥനയായിട്ട് നടക്കരുത്. വായിച്ചേ. സകലവും അവനിൽ നിന്നും അവനാലും അവനിലേക്കും ആകുന്നുവല്ലോ. കണ്ടോ, സകലവും അവനിൽ നിന്നും അവനാലും അവനിലേക്ക്. കണ്ടോ, അവൻ അവിടെ വായിക്കുന്ന സകലവും അവനിൽ നിന്ന് അവനാലും അവനിലേക്കും. പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും കണ്ടോ. ഇത് 3ആണ് അതിൻ്റെ കിടക്കുന്നത്. അപ്പോൾ ഇത് 3 ദൈവം ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ആ വായിച്ച ആ വാക്യത്തിന്റെ 9-ാം അധ്യായത്തിന്റെ അകത്ത് ആ ഒരു വാക്യം നമുക്ക് വീണ്ടും നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് വായിക്കാം. അവിടെ വായിക്കുന്നതിന്റെ പ്രവർത്തികൾ നിമിത്തമല്ല, അടുത്ത തിരഞ്ഞെടുപ്പ് പ്രകാരമുള്ള ദൈവ നിർണയം, അല്ലേ? പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടനിമിത്തം തന്നെ വരേണ്ടതിന്. 9:11. അതുകൊണ്ട് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള ദൈവ നിർണയമാണ് നമ്മളെ ഇന്ന് അനുസരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അവിടെ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ട് ഇന്നിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയില് പ്രാർത്ഥിച്ചാട്ടെ. ഈ കേട്ട വചനത്തെ വഹിച്ചുകൊണ്ട്